നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ സുന്ദരിക്കുട്ടിയാണ് കുട്ടനാട്. ഹരിതയാർന്ന നെൽപ്പാടങ്ങളും മനോഹരമായിട്ടുള്ള കായലോരങ്ങളും ഗ്രാമീണ നിഷ്കളങ്കതയും ഒക്കെ ആരെയും ആകർഷിക്കുന്നതാണ്. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച പ്രദേശം തന്നെയാണ് കുട്ടനാട്. എന്നാൽ ഇന്ന് ആ കുട്ടനാടിന്റെ ഉള്ളിൽ തീയാണ്, കണ്ണീർ കയത്തിലാണ് ഇന്ന് കുട്ടനാടിലെ ജനത. വാട്ടർ വാട്ടർ എവരിവെയർ, നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്ന സാമുൽ ടൈലറുടെ ആ ഒരു കവിത കുട്ടനാടിന്റെ ജീവിതവുമായി ചേർത്ത് വായിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് ശരിവെക്കുന്ന ഒരു കവിതാ ശകലം തന്നെയാണ്. ഒരേ സമയം വെള്ളം കുട്ടനാടിന് അനുഗ്രഹമാണ്, അതേസമയം ഒരു പ്രതിസന്ധി തന്നെയാണ്. കുട്ടനാടിന്റെ പൂർവ്വകാല ചരിത്രമെടുത്ത് നാം നോക്കുമ്പോൾ കേരളത്തിന്റെ നെല്ലറയായി അറിയപ്പെടുന്ന കുട്ടനാട് ഇന്ന് നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നെൽകർഷകർ വലിയൊരു രീതിയിലുള്ള ദുരിതങ്ങൾ നേരിടുന്നു. ഒപ്പം തന്നെ ജലക്ഷാമവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ, മൺസൂൺ കാലയളവിൽ ജലപ്രളയം പോലുള്ള പ്രശ്നങ്ങൾ, മത്സ്യകൃഷി നേരിടുന്ന പ്രശ്നങ്ങൾ, താറാവ് കൃഷി നേരിടുന്ന പ്രശ്നങ്ങൾ, ഒപ്പം അടിസ്ഥാന വികസന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി, അങ്ങനെ അനവധി പ്രതിസന്ധികളിൽ പെട്ട് കേഴുകയാണ് ഇന്ന് കുട്ടനാടൻ ജനത. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ ഈ വിഷയങ്ങളിൽ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുവാൻ, അല്ലെങ്കിൽ കുട്ടനാടൻ ജനതയുടെ കണ്ണീരൊപ്പുവാനുള്ള ഒരു ശാശ്വതമായിട്ടുള്ള നടപടികൾ പലപ്പോഴും സ്വീകരിക്കുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിനെ തുടർന്നാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെയൊക്കെ നേതൃത്വത്തിൽ വരുന്ന ദിവസങ്ങൾ വലിയ രീതിയിലുള്ള ഒരു സമര മാർഗങ്ങളിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് കുട്ടനാടൻ ജനത നേരിടുന്ന യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ, അതിനുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെ, എന്തുകൊണ്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ, ഭരണകൂടങ്ങൾ കുട്ടനാടൻ ജനതയെ രക്ഷിക്കുവാനുള്ള നടപടികളിൽ നിന്നും ഒരു വിമുഖത കാണിക്കുന്നു, അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം ആ മേഖലയിൽ ഉണ്ടാകുന്നില്ല? ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തെ അന്നമുട്ടുന്ന നാടിന്റെ അന്നം മുട്ടിക്കുന്നത് ആര്? ഇനി ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ശ്രീ ആന്റണി ചമ്പക്കുളം. അദ്ദേഹം റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാരാണ്. ഒപ്പം തന്നെ കുട്ടനാട് നേരിടുന്ന വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് വിവിധ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതുന്ന വ്യക്തി കൂടിയാണ്. പ്രളയ കാലയളവിൽ കുട്ടനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത വ്യക്തി കൂടിയാണ്. ഒപ്പം ജോസഫ് കെ നെല്ലുവേലി, അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപത പാസ്റ്റർ കൗൺസിൽ അംഗം, ഒപ്പം തന്നെ വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്, ഒപ്പം തന്നെ റിട്ടയർഡ് പ്രിൻസിപ്പൽ കൂടിയാണ് അദ്ദേഹം. ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം ശ്രീ ആന്റണി ചമ്പക്കുളം, അങ്ങ് റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാരാണ്. കുട്ടനാടിന്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി കൃത്യമായിട്ടും അറിയാവുന്ന വ്യക്തി കൂടിയാണ്. നമുക്കറിയാം, ഒന്നാം കുട്ടനാട് പാക്കേജ്, രണ്ടാം കുട്ടനാട് പാക്കേജ് എന്നൊക്കെ നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ്. 2007-ലും 2018-ലും. ഒപ്പം തന്നെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. മാറി മാറി ഇങ്ങനെ പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നതല്ലാതെ ഇത്തരത്തിലുള്ള കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുൻപിലുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഒരു പരിഹാര മാർഗത്തിലേക്ക് എന്തുകൊണ്ട് നമുക്ക് അവിടുത്തെ ഭരണകൂടങ്ങൾക്ക് ഒരു പരിഹാര മാർഗം ആ മേഖല നേരിടുന്ന ഒരു പ്രശ്നങ്ങളിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല? എന്താണ് യഥാർത്ഥത്തിൽ കുട്ടനാട് നേരിടുന്ന പ്രശ്നങ്ങളുടെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി? ശ്രീ ആന്റണി ചമ്പക്കുളം. നമസ്കാരം. മുഖ്യധാരാ മാധ്യമങ്ങൾ പലപ്പോഴും ഒഴിവാക്കുകയോ അല്ലെ വേണ്ടെന്ന് വെക്കുകയോ ചെയ്യുന്ന ഒരു വിഷയമാണ് കുട്ടനാട്. കാരണം ഇത് ഒഴിവാക്കിയിടേണ്ട ഒരു പ്രശ്നമാണ്, അല്ലെ ഒരു പ്രദേശമാണെന്നൊരു ചിന്താഗതി ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് വന്ന ഷെക്കീന ടിവിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ തുടരുകയാണ്. എന്താണ് കുട്ടനാടെന്ന് നമ്മൾ അറിയണം. 2018-ലെ പ്രളയത്തിന് മുൻപും പ്രളയത്തിന് ശേഷവും എന്ന് കുട്ടനാടിനെ വേർതിരിക്കേണ്ട ഒരവസ്ഥയിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. പമ്പ, അച്ചൻകോവിൽ, മണിമല, മീനച്ചിലാറ്, മൂവാറ്റുപുഴ എന്നീ 5 നദികളുടെ സംഗമ സ്ഥാനമാണ് നമ്മളുടെ വേമ്പനാട് കായൽ. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഏകദേശം 1100 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഒരു ഭൂപ്രദേശമാണ് കുട്ടനാട് എന്ന് പറയുന്നത്. അതിൻ്റെ 57% പ്രദേശങ്ങൾ അടങ്ങിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. 30% കോട്ടയം ജില്ല വരുമ്പോൾ ഏകദേശം 13% അത് പത്തനംതിട്ട ജില്ലയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ഏകദേശം 18 ലക്ഷം ജനങ്ങളാണ് ഈ കുട്ടനാട് പ്രദേശത്ത് താമസിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടനാടുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ 32 ഗ്രാമപഞ്ചായത്തുകളും കോട്ടയം ജില്ലയിലെ 27 ഗ്രാമപഞ്ചായത്തുകളും പത്തനംതിട്ടയിലെ 5 ഗ്രാമപഞ്ചായത്തുകളും ഈ ഭൂപ്രദേശത്തിൽ വരുന്നതാണ്. സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണിത്. അതോടൊപ്പം തന്നെ അത് ഏകദേശം 3 മുതൽ 9 അടി വരെ, അതായത് 1 മീറ്റർ മുതൽ 3 മീറ്റർ വരെ
ആഴമുള്ള പ്രദേശങ്ങൾ, സമുദ്രനിരപ്പിനേക്കാളും താഴ്ന്ന പ്രദേശത്ത് കൃഷി ചെയ്യുന്നുമുണ്ട് ഇവിടെ. ഈ കൃഷി ചെയ്യുന്നത് 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും കായൽ നിലങ്ങൾ കുത്തിയെടുത്തതുപോലെ തന്നെ അതിനു മുൻപായി ഈ നദീതീരങ്ങളിലും കായൽ തീരങ്ങളിലും ഉണ്ടായിരുന്ന മനുഷ്യർ അവർക്ക് കൃഷി ചെയ്യുന്നതിനും താമസിക്കുന്നതിനും വേണ്ടി കുത്തിപ്പൊക്കിയെടുത്ത സ്ഥലങ്ങളാണ്. എന്നാൽ കാലക്രമേണ സർക്കാരിന്റെയും മറ്റു നിർദ്ദേശമനുസരിച്ചും കേരളത്തിന്റെ നെല്ലറയായി ഇതിനെ വികസിപ്പിച്ച് എടുത്തതിൽ ഇവിടുത്തെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വലുതായ പങ്കുണ്ട്. എന്നാൽ ആദ്യകാലങ്ങളിലൊക്കെ നൽകിയ പ്രോത്സാഹനം പിന്നീട് കുട്ടനാടിന് ലഭിച്ചില്ല എന്നുള്ളതാണ് കുട്ടനാടിന്റെ ഒരു വലിയ ദുര്യോഗം. ഏകദേശം 310 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഭൂപ്രദേശവും കരഭൂമിയും തണ്ണീർത്തടങ്ങൾ ഏകദേശം 110 ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ 550 ചതുരശ്ര കിലോമീറ്ററോളം വരുന്ന കായൽ മറ്റ് നിലങ്ങളെല്ലാം കൂടെ ചേർന്ന് വരും. അതുപോലെ ഇവിടുത്തെ കനാലുകളുടെ വിസ്തൃതി തന്നെ വരും ഏകദേശം 110ഓളം ചതുരശ്ര കിലോമീറ്റർ. ഇത്രയും പ്രദേശത്തൂടെ ഒഴുകിയെത്തുന്ന വെള്ളം അത് കുട്ടനാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടനാട്ടിൽ പ്രളയ സമാനമായ സ്ഥിതിയാണ് ഉണ്ടാവുക. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ കുട്ടനാടിന്റെ മിക്ക പ്രദേശങ്ങളും, താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിലാകും. പാലായും തിരുവല്ലായും അതുപോലെ റാന്നിയിലും ഒക്കെ മഴ പെയ്താൽ 1 അല്ലെ 2 ദിവസം കൊണ്ട് അവിടുത്തെ വെള്ളം ഒഴുകി മാറും. എന്നാൽ കുട്ടനാടിന്റെ പ്രശ്നം വെള്ളപ്പൊക്കമല്ല, ഇവിടുത്തെ വെള്ളം ഒഴുകി മാറുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് കുട്ടനാട്ടിലെ വെള്ളം ഒഴുകി മാറുന്നില്ല? കുട്ടനാടെ പ്രതിനിധീകരിക്കുന്ന അല്ലെ കുട്ടനാട്ടിൽ എത്തിച്ചേരുന്ന, കുട്ടനാടിനെ സമ്പദ് സമൃദ്ധിയിൽ എത്തിക്കുന്ന പമ്പയും അച്ചൻകോവിലും മണിമലയും അതുപോലെ മറ്റു നദികളും കായലുകളും ചെറുതോടുകളും എല്ലാം തന്നെ ഇന്ന് പഴയതിൽ നിന്ന് വ്യത്യസ്തമായി അതിന്റെ 40% ആഴം കുറഞ്ഞിരിക്കുകയാണ്. വേമ്പനാട് കായലിനെ പറ്റിയുള്ള ഒരു പഠനത്തിൽ പറയുന്നത് അതിന്റെ ആഴം 1/3 കുറഞ്ഞിരിക്കുന്നു എന്നാണ്. അതായത് 9 മീറ്റർ ആഴമുണ്ടായിരുന്ന വേമ്പനാട് കായലിന്റെ ഇപ്പോഴത്തെ ആഴം 3 മീറ്റർ ആണ് ആവറേജ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാഹക ശേഷി എത്ര കണ്ട് കുറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ കാരണം ഇവിടെ കിഴക്കൻ മലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം യഥാസമയം കുട്ടനാട്ടിൽ നിന്ന് പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയാൻ അല്ലെ ഒഴുക്കി കളയാനായിട്ട് പറ്റുന്നില്ല. ഇതിനു വേണ്ടിയിട്ട് രൂപീകരിച്ച തണ്ണീർമുക്കം ബണ്ടും അതോടൊപ്പം തന്നെ തോട്ടപ്പള്ളി സ്പിൽവേയും അതിന്റെ യഥാർത്ഥ ഫലം അല്ലെങ്കിൽ യഥാർത്ഥ പ്രയോജനം അതുകൊണ്ട് കുട്ടനാടിന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മഴ പെയ്ത് വെള്ളം പൊങ്ങിക്കഴിയുമ്പോഴാണ് സത്യത്തിൽ തണ്ണീർമുക്കം ബണ്ട് തുറക്കുന്നതും അതുപോലെ തന്നെ സ്പിൽവേയുടെ മുന്നിലെ മണ്ണ് മാറ്റുകയും ചെയ്യുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും എന്ന് മുൻകൂട്ടി അറിയാവുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. കാരണം മഴയുടെ പ്രശ്നങ്ങളും അല്ലെ വെള്ളപ്പൊക്കത്തെ പറ്റിയൊക്കെ പഠിക്കാനുള്ള മറ്റു പല സാഹചര്യങ്ങളും നമുക്ക് നിലനിൽക്കുമ്പോഴും നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് ഇതൊക്കെ ചെയ്യുന്നത് വെള്ളം പൊങ്ങിയതിനു ശേഷമാണ്. കുട്ടനാട്ടിലെ പ്രശ്നം വെള്ളപ്പൊക്കത്തെക്കാൾ അധികമായി വെള്ളക്കെട്ടാണ്. മറ്റൊന്ന്, ഒഴുകിയെത്തി പാടശേഖരങ്ങളിലും മറ്റു പ്രദേശങ്ങളിലും കയറിക്കിടക്കുന്ന വെള്ളം പിന്നീട് ഒഴുകി പോകാനായിട്ട് മാർഗമില്ല. കാരണം പാടശേഖരത്തെക്കാളും പുറത്തെ വാട്ടർ ലെവൽ ഉയർന്നു നിൽക്കുമ്പോൾ പാടശേഖരം എപ്പോഴും വെള്ളക്കെട്ടിലാകും. അതിനുള്ളിൽ താമസിക്കുന്നവര്, അതിനുള്ളിലെ കരകൃഷികള്, അതിനുള്ളിലെ റോഡുകള്, ചെറിയ വഴികള്, ഇവയെല്ലാം തന്നെ ഈ ഒരു വെള്ളം വന്നു കഴിയുമ്പോൾ നശിക്കുകയാണ്. കുട്ടനാട്ടിൽ കഴിഞ്ഞ 4 മാസമായി വെള്ളക്കെട്ടായി കിടക്കുന്ന പല പ്രദേശങ്ങളുമുണ്ട്. മറ്റു പ്രദേശങ്ങളിൽ വെള്ളം വന്ന് ഒഴുകി പോകുമ്പോൾ കുട്ടനാടിന് മാത്രം എന്തേ ഇങ്ങനെ ഒരു ദുര്യോഗം? കുട്ടനാടിന്റെ ചരിത്രം പരിശോധിച്ചാൽ അല്ലെ കുട്ടനാടിന്റെ ഇന്നത്തെ സ്ഥിതി പരിശോധിച്ചാൽ 3 തരത്തിലാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉള്ളത്. ഒന്ന്, പ്രകൃതിദത്തമായ പ്രശ്നങ്ങൾ. അതാണ് ഈ പറഞ്ഞ നദികളുടെയും കായലുകളുടെയും ചെറുതോടുകളുടെയും ഒക്കെ ആഴം കൂട്ടി ആ പ്രശ്നങ്ങൾ മാറ്റണം. 2, ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ. കുട്ടനാട് നെല്ലറയായിരുന്നു പണ്ട്, പക്ഷെ ഇന്ന് കർഷകരുടെ ശവക്കല്ലറകളായി മാറേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുപോലെ 3ാമത്തെ പ്രശ്നം, ഇവിടെ സാംസ്കാരിക പ്രശ്നങ്ങളുണ്ട്. അത് കുട്ടനാട്ടിലെ പ്രകൃതിദത്ത പ്രശ്നങ്ങളും കാർഷിക പ്രശ്നങ്ങളും സാംസ്കാരിക പ്രശ്നങ്ങളും കൂടെ കൂട്ടിച്ചേർന്ന് കുട്ടനാടൻ ജനതയെ ഞെരുക്കി അമർത്തി കൊല്ലുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എന്തെങ്കിലും കുട്ടനാടിന് വേണ്ടി ചെയ്യുന്നുണ്ടോ എന്ന് കുട്ടനാടൻ ജനതയ്ക്ക് സംശയം തോന്നുന്നുണ്ട്. കാരണം 2018 ബഹുമാനപ്പെട്ട MLA-മാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു സമിതി നൽകിയ, നിയമസഭാ സമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ കഴിഞ്ഞ 7 വർഷമായി കുട്ടനാട് അനുഭവിക്കുന്ന വെള്ളക്കെട്ടിന്റെ ദുരിതത്തിന് കുറച്ചെങ്കിലും മാറ്റം ഉണ്ടാകുമായിരുന്നു.
അതിനു മുമ്പേ കുട്ടനാട്ടുകാരൻ തന്നെയായ സ്വാമിനാഥൻ നടത്തിയ പഠനവും അതിനോടനുബന്ധിച്ച് നടത്തിയ റിപ്പോർട്ടും സമർപ്പിച്ച റിപ്പോർട്ടും തുടർന്ന് നടന്ന കുറച്ച് പ്രവർത്തനങ്ങളും കുട്ടനാടിനെ എരുതിയിലേക്ക് ഇടുന്ന ഒരവസ്ഥയായിരുന്നു. വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് ഇടുന്ന ഒരവസ്ഥയായി പോയി. കാരണം കുട്ടനാടിന്റെ പാരിസ്ഥിതിക സംരക്ഷണത്തിന് ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ബഹുമാന്യനായ എം.എസ്. സ്വാമിനാഥൻ നിർദ്ദേശിച്ചതിന് വിരുദ്ധമായിട്ട് പോലും പല സ്ഥലങ്ങളിലും പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും അത് കുട്ടനാട്ടിലെ മത്സ്യസമ്പത്തിനെയും അതുപോലെ താറാവ് കൃഷിയെയും നെൽകൃഷിയെയും വളരെ ദോഷകരമായി ബാധിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിനേക്കാളൊക്കെ ഉപരിയായി വളരെ പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ നദികളുടെയും തോടുകളുടെയും ആഴം കൂട്ടി ചങ്ങനാശ്ശേരി, ആലപ്പുഴ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കേരളത്തിലെ നദികളെ, പ്രധാനപ്പെട്ട 2 നദികളെ, മണിമലയാറിനെയും പമ്പയാറിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് കിടങ്ങറായിൽ നിന്നും അത് നെടുമുടിയിലെത്തി പമ്പയാറുമായിട്ട് ബന്ധപ്പെട്ട് നെടുമുടിയിൽ നിന്ന് വീണ്ടും അത് പമ്പയാറിന്റെ മറ്റൊരു കൈവഴിയായ പൂക്കൈതയാറിൽ പള്ളാത്തുരുത്തിലെത്തി അവിടെ എത്തി ഈ AC കനാൽ പൂർത്തീകരിക്കണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതിനെപ്പറ്റി യാതൊരു നടപടികളും നടത്തുന്നില്ല. അതോടൊപ്പം തന്നെ AC റോഡ് പുനർനിർമ്മിച്ചതോടുകൂടി AC റോഡിന് വടക്കും തെക്കും 2 തരം വെള്ളപ്പൊക്കം സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലെയാണ് ഇന്ന് കുട്ടനാട് നിൽക്കുന്നത്. കുട്ടനാട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളിൽ അതിനേക്കാൾ ഏറെ പ്രശ്നമായിട്ടിരിക്കുന്നത് ഇവിടുത്തെ കുട്ടനാടൻ കർഷകരുടെ പ്രശ്നമാണ്. ഈ പാരിസ്ഥിതിക വിഷയങ്ങളെല്ലാം തന്നെ, അല്ലെ പ്രകൃതിദത്തമായ പ്രശ്നങ്ങളെല്ലാം തന്നെ കുട്ടനാട്ടുകാരെ ബാധിച്ചുകൊണ്ടിരിക്കുക. കുട്ടനാടൻ നെൽകർഷകരെ, തെങ്ങ് കർഷകരെ, അതുപോലെ തന്നെ താറാവ് കർഷകരെയും മത്സ്യ കർഷകരെയും ഇന്ന് പട്ടിണിക്കിടുന്ന ഒരവസ്ഥയാണ്. 1970 ഒരു പറ നെല്ലിന്റെ വില 20 രൂപയായിരുന്നു. അന്ന് ഒരു പുരുഷ തൊഴിലാളിയുടെ കൂലി 10 രൂപയും ഒരു സ്ത്രീ തൊഴിലാളിയുടെ കൂലി 7 രൂപയുമായിരുന്നു. അതിന്ന് വർദ്ധിച്ച് പുരുഷ തൊഴിലാളിയുടെ കൂലി 1200 രൂപയായി. കൊടുക്കുന്ന അതിൽ കൂടുതലാണ്, എന്നിരുന്നാലും 1200 രൂപയായി. ഇന്ന് ഒരു പറ നെല്ലിന്റെ വില 250 രൂപയ്ക്ക് അടുത്താണ് വരുന്നത്. എത്ര ഇരട്ടിയാണ് വർദ്ധിച്ചിരിക്കുന്നത്? കുട്ടനാടൻ കർഷകരുടെ ചെലവും കുട്ടനാടൻ കർഷകരുടെ വരുമാനവും പരിഗണിക്കുമ്പോൾ ഈ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. കാരണം കൂലിച്ചിലവുകൾ ഏറെ വർദ്ധിച്ചപ്പോൾ, 4 ഇരട്ടി വർദ്ധിച്ചപ്പോൾ ഈ അവന് കിട്ടുന്ന വരുമാനം, നെല്ലിൽ നിന്ന് കിട്ടുന്ന വരുമാനം വളരെ കുറവാണ്. 250 പണ്ട് 20 രൂപ കിട്ടിയത് 250 ആയപ്പോൾ 10 രൂപ കിട്ടിയവർക്ക് 1200 രൂപ കൊടുക്കേണ്ട അവസ്ഥ. അങ്ങനെ വരുമ്പോൾ കുട്ടനാടൻ നെൽകർഷകർക്ക് കുറഞ്ഞത് 1 കിലോ നെല്ലിന് ഇന്ന് കിട്ടുന്ന 28 രൂപ ചില്ലറ എന്നുള്ളതിന് പകരം ഒരു 120 രൂപയെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ കുട്ടനാട്ടിലെ പുതിയ തലമുറ നെൽകൃഷിയിൽ നിലനിൽക്കുകയും അതുപോലെ അവൻ ഇതൊരു നിലനിൽപ്പിന്റെ കാര്യമാണെന്ന് കരുതി അവൻ കൃഷിയിലേക്ക് ഇറങ്ങുകയും ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ താറാവ് കൃഷിക്കാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ആണ്ടുവട്ടത്തിൽ ആരോ പറഞ്ഞു വെക്കുന്നത് പോലെയാണ് ഓരോ വർഷവും താറാവ് വസന്ത എന്ന പേരിൽ, അല്ലെ പക്ഷിപ്പനി എന്നുള്ള പേരിൽ ലക്ഷക്കണക്കിന് താറാവിനെ കൊന്നൊടുക്കാൻ കുട്ടനാടൻ കർഷകർ നിർബന്ധിതരാകുന്നത്. മത്സ്യകൃഷി അതിനേക്കാളും ഗതികേടിലാണ്. കാരണം മത്സ്യത്തിന്റെ പ്രജനന കേന്ദ്രങ്ങളെല്ലാം തകർത്തു. യാതൊരു തരത്തിലും മത്സ്യകൃഷി മുന്നോട്ട് പോകില്ല. അതുപോലെ തന്നെ നമ്മുടെ കായലുകളിലും ആറുകളിലും മത്സ്യം പിടിച്ചിരുന്നവരെ അവരൊക്കെ ഇന്ന് പണി നിർത്തിപ്പോയി. പണ്ടേ നിർത്തിപ്പോയ ഒന്നാണ് തെങ്ങ്. നാളികേരം നഷ്ടപ്പെട്ടു. കാരണം ബണ്ടുകള് ഉയർത്തി കായലിലെയും ആറ്റിലെയും മണ്ണും ചെളിയും കോരിയിട്ടായിരുന്നു നമ്മുടെ തെങ്ങുകൾ സംരക്ഷിച്ചിരുന്നത്. അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ നിന്ന് കുട്ടനാടൻ ജനത ഒരു മോചനം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കുട്ടനാട്ടുകാര് സമരം തന്നെ നടത്തണം, അല്ലെ നിതാന്ത ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം വേണം. ഇതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എല്ലാ തരത്തിലുമുള്ള ഒരു ഇടപെടൽ നടത്തണം. ആ ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ കുട്ടനാട് ഇനിയും ഈ രീതിയിലെങ്കിലും അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൈമാറാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, വളരെ വ്യക്തമാണ് ആന്റണി സാർ. ആ കുട്ടനാട് മേഖല നേരിടുന്ന പ്രതിസന്ധികളുടെ ഒരു നേർചിത്രം തന്നെ പങ്കുവെക്കുകയായിരുന്നു. ഞാൻ ശ്രീ ജോസഫ് കെ നെല്ലുവിലേക്ക് വരികയാണ്. അങ്ങൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ്, ഒപ്പം തന്നെ അതിരൂപത പാസ്റ്റർ കൗൺസിൽ അംഗം കൂടിയാണ്. പലപ്പോഴും കുട്ടനാടിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സമരമുഖത്ത് എന്നും ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അഭിയുന്ന പിതാക്കന്മാരുണ്ടായിരുന്നു. പൗത്തിൽ പിതാവായിക്കോട്ടെ, അഭിയുന്ന പെരുന്തോട്ടം പിതാവായിക്കോട്ടെ, അഭിയുന്ന തറയിൽ പിതാവായിക്കോട്ടെ, സഭ തന്നെ നേരിട്ട് സമരമുഖത്ത് ഇറങ്ങേണ്ട ഒരു സ്ഥിതിയിലേക്ക് കുട്ടനാടിനെ ഭരണകൂടങ്ങൾ വലിച്ചഴിച്ചിരിക്കുകയാണ്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, നമ്മളിപ്പോൾ ഈ ഭരണകൂടത്തിന്റെ ഒരു ഇടപെടൽ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിന്റെ ചരിത്രത്തിലേക്ക് നോക്കാം. നമുക്ക് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അത് പുറത്തുവിട്ടതിന് ശേഷം 2008 കുട്ടനാട് പാക്കേജ് എന്ന പേരിൽ ഒരു 2139 കോടി രൂപ അനുവദിക്കുന്നു. പിന്നീട്
2018 പ്രളയത്തിന് ശേഷം പിണറായി വിജയന്റെ രണ്ടാം കുട്ടനാട് പാക്കേജ് എന്ന പേരിൽ 2447 കോടി രൂപയുടെ ഒരു പാക്കേജ് പ്രഖ്യാപിക്കുന്നു. അന്നത്തെ ഒരു വീഡിയോ കോൺഫറൻസിലൂടെയാണ് മുഖ്യമന്ത്രി അക്കാര്യം പ്രഖ്യാപിച്ചത്. ഈ ഈ പറയുന്ന പാക്കേജുകൾ അത് ഈ ഗ്രൗണ്ട് ലെവലിൽ അത് എത്രത്തോളം പ്രാവർത്തികമാക്കുന്നുണ്ട്, അതിന്റെ ഒരു പ്രയോജനം എത്രത്തോളം കുട്ടനാട്ടിലെ ജനതയ്ക്ക് ലഭിക്കുന്നുണ്ട്? മാത്രമല്ല, ആന്റണി സാറ് സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വംശഹത്യയിലേക്ക് തന്നെയല്ലേ കുട്ടനാടൻ ജനതയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ജീവിക്കാൻ ഇനി മുന്നോട്ട് യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കുട്ടനാടിനെ നയിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് അങ്ങേക്ക് ഉത്തരം പറയാം. ശ്രീ ജോസഫ്. ഞാൻ അങ്ങ് എൻ്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ മനോഹരമായ കുട്ടനാട് ഭൂമിയെപ്പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് കുട്ടനാട് അക്വേറിയത്തിലെ മീനെ പോലെയാണ്. മറ്റുള്ളവർക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലാണ് കുട്ടനാടിൻ്റെ പലപ്പോഴും പുറത്തു നിന്ന് വർണ്ണനകൾ കൊണ്ടുണ്ടാവുക. പക്ഷേ കുട്ടനാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി എനിക്ക് മുൻപ് സംസാരിച്ച ആന്റണി സാറ് കുറേയേറെ കാര്യങ്ങൾ പറയുകയുണ്ടായി. അങ്ങനെ ചോദിച്ച ചോദ്യത്തിന് തന്നെ ഉത്തരം ഞാൻ തുടങ്ങാം. 1840 കോടി രൂപയായിരുന്നു ഒന്നാം കുട്ടനാട് പാക്കേജിനുണ്ടായിരുന്നത്. പക്ഷേ ആ പാക്കേജിൻ്റെ എങ്ങനെ ഗുണകരമല്ലാത്ത തരത്തിൽ ഭവിക്കപ്പെട്ടു എന്നതിനെ പറ്റി ഒരു പരിശോധന ആവശ്യമാണ്. കേട്ടതനുസരിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ കുട്ടനാട് പാക്കേജ് പദ്ധതി അവസാനിച്ചു എന്ന് പറയുമ്പോഴാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ പാക്കേജ് തീർന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ പാക്കേജ് കൈകാര്യം ചെയ്ത് സ്വാമിനാഥൻ വളരെ ഇച്ഛാശക്തിയോടുകൂടി ഇതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കാൻ താല്പര്യമെടുക്കുകയും സ്കീംസ് ഒക്കെ ഉണ്ടാക്കുകയും ചെയ്തു. നന്നായിരുന്നു. പക്ഷേ അന്നും കുട്ടനാട്ടിലെ ജനത പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുന്ന സമയത്ത് ഇതിനെ സംബന്ധിച്ച് അവലോകനം നടത്തുവാനും ഇത് കാലാകാലങ്ങളിൽ പരിശോധിക്കുവാനും വേണ്ടി ഒരു സമിതി ഉണ്ടാവണം. അത് നാട്ടിൻ പുറത്തെ അനുഭവ സമ്പത്തുള്ള കർഷകർ അതിലുണ്ടാവണം, കർഷക തൊഴിലാളികൾ ഉണ്ടാവണം, അതുപോലെ തന്നെ ബ്യൂറോ ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ടാവണം, ജനപ്രതിനിധികളൊക്കെ ഉണ്ടാവണം. അങ്ങനെ അടങ്ങുന്ന ഒരു സമിതിയിലൂടെ മാത്രമേ ഇതിൻ്റെ നടപ്പാക്കൽ പ്രക്രിയ സംഭാവ്യമാക്കാവുള്ളൂ എന്നൊരു നിർദ്ദേശം പലയിടത്തും വന്നെങ്കിൽ പോലും ഇത് പൂർണ്ണമായും ബ്യൂറോക്രാറ്റ്സിന്റെ കയ്യിലേക്കാണ് പോയത്. ഇതിന് കൃത്യമായ ഒരു മോണിറ്ററിങ് ഒരു സ്ഥലത്തും നടന്നില്ല. അതുകൊണ്ടാണല്ലോ ജനപ്രതിനിധികൾ പോലും ഇത് തീർന്നു കഴിഞ്ഞപ്പോൾ ട്രെയിൻ പോയി ഫ്ലാഗ് കാണിക്കുന്ന കണക്ക് ഈ പദ്ധതി തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ജനപ്രതിനിധികൾ പോലും അറിഞ്ഞത്. അപ്പൊ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനവുമായി എന്തെങ്കിലും കാര്യങ്ങൾ ഈ വർഷങ്ങളിൽ 2008 മുതൽ ഈ കാലയളവിൽ എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടോ? അങ്ങയുടെ ഉണ്ട്. കുറെ ബണ്ട് സംരക്ഷണങ്ങള്, പാടശേഖരത്തിന്റെ സംരക്ഷണങ്ങൾ നടന്നു. താറാവ് കൃഷിക്കാർക്ക് കുറെ ആനുകൂല്യങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ ക്ഷീര കർഷകർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തു. പക്ഷേ അത് ആവശ്യത്തിനനുസരിച്ച് എഫക്റ്റീവ് ആയില്ല എന്നാണ് വ്യക്തിപരമായിട്ടുള്ള എനിക്കുള്ള അഭിപ്രായം. പിന്നെ ചങ്ങനാശ്ശേരി രൂപത എല്ലാ കാലഘട്ടങ്ങളിലും ഇതിൻ്റെ കുട്ടനാടിൻ്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം എടുക്കാറുണ്ട്. കാരണം നമ്മുടെ ചങ്ങനാശ്ശേരി രൂപതയ്ക്ക് 18 ഫൊറോനകളാണ് ആകെയുള്ളത്. അതിൽ അതുപോലെ തന്നെ 214 ഇടവകൾ ചങ്ങനാശ്ശേരി രൂപതയ്ക്ക് ആകെയുണ്ട്. ഇതിൽ 4 വലിയ ഫൊറോനകളും 70-ലധികം ദേവാലയങ്ങളും ഉള്ളത് ഈ കുട്ടനാട്ടിലാണ്. അതുപോലെ തന്നെ 47 സ്കൂളുകൾ കുട്ടനാട്ടിലുണ്ട്. അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വലിയ ജനസമൂഹം, വിശ്വാസ സമൂഹം കുട്ടനാട്ടിൽ ഉള്ളത് കൊണ്ട് കുട്ടനാടിന്റെ കാര്യത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത എല്ലാ കാര്യത്തിലും താല്പര്യമെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, കുട്ടനാട്ടിലെ ഇപ്പോഴത്തെ ജനത മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത്, കുട്ടനാട്ടിൽ കേരളത്തിലെമ്പാടും പക്ഷിക്ഷാമം ഉണ്ടായ സന്ദർഭത്തിൽ ഈ കുട്ടനാടിനെ രക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയവരിൽ ഏറെയും ആൾക്കാർ കുട്ടനാട്ടുകാരായിരുന്നു. നമുക്കറിയാം, കുട്ടനാട്ടിൽ ഉള്ള കായലുകൾ പരിശോധിച്ചാൽ അത് മുരിക്കനെ പറ്റി മാത്രമേ പലപ്പോഴും പരാമർശിക്കപ്പെടാറ് പതിവുള്ളെങ്കിൽ പോലും പല പ്രഗത്ഭരായ ക്രിസ്ത്യൻസും നായർ സമുദായത്തിൽപ്പെട്ടവരും കായല് കുത്തിയെടുത്ത് സംരക്ഷിക്കുകയും ഇതിന് നിന്നും വിളവ് വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതി കുട്ടനാട്ടിൽ ആകപ്പാടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ശ്രീ ആന്റണി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പലപ്പോഴും കുട്ടനാടിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് ഇച്ഛാശക്തി പോലെ പലരും പെരുമാറിയിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ 1995 ജനകീയ ആസൂത്രണ പ്രക്രിയ, ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിലവിൽ വന്ന സമിതിയുടെ പ്രസിഡന്റായിരുന്നു ഞാൻ. അതിനുശേഷമാണ് നമ്മുടെ ഈ ഗ്രാമസഭകളും കർമ്മസമിതികളും ഒക്കെ ടെക്നിക്കൽ കമ്മിറ്റികളൊക്കെ ഉണ്ടായത്. അന്ന് നമ്മുടെ താഴെത്തറയിലുള്ള ഗ്രാമമേഖലകളിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് റോഡ് വേണം, ഞങ്ങൾക്ക് പാലം വേണം, ഇതൊക്കെയായിരുന്നു. അതിൻ്റെ ഒരു ഭൂമി കുട്ടനാട്ടിൽ പല സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഉണ്ടായിട്ടുള്ള
ക്രിയേറ്റീവായിട്ടുള്ള സൃഷ്ടിപരമായ വളർച്ചകൾ. അത് തിരിഞ്ഞു നിൽക്കാനോ അത് കണ്ടില്ല എന്ന് വെക്കാനോ നമുക്ക് പറ്റത്തില്ല. അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസങ്ങളുണ്ടായി. ഞാനൊന്ന് ചോദിക്കുന്നത്, ഇവിടെ ഈ റോഡുകൾ വന്നതിനെ സംബന്ധിച്ച് ഒത്തിരി തർക്കങ്ങൾ പലപ്പോഴും പലരും പറയാം. തർക്കങ്ങൾ ഉണ്ടാവാം, ഏത് വിഷയത്തിലും തർക്കങ്ങൾ ഉണ്ടാവാം. വികസന പ്രക്രിയയിൽ റോഡ് മാത്രമല്ല ഉണ്ടാവുക. പക്ഷേ കുട്ടനാടിന്റെ പാടശേഖരങ്ങളോട് ചേർന്ന് റോഡുകൾ പോകുന്ന സന്ദർഭത്തിൽ അത് പാടശേഖരത്തിന്റെ വിളകൾ കൊണ്ടുവരുന്നതിനും വിത്ത് കൊണ്ടുവരുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഉളവാക്കാനും സൃഷ്ടിച്ചെടുക്കാനും ആ അടിസ്ഥാനപരമായ പശ്ചാത്തല വികസനത്തെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഒരു കൃഷിയും ഒരു നെല്ലും ഒരു മീനും മുൻപ് കാലങ്ങളിലെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിലും അതിന്റെ ഉദ്ഘാടനങ്ങൾ നടന്നതുമാണ്. പക്ഷേ അത് പ്രായോഗികമായ സ്ഥിതികളിലേക്ക് കാര്യങ്ങൾ പോയില്ല. അത് കുട്ടനാടിന്റെ മണ്ണിൽ നടപ്പാക്കാൻ ഇതിൽ താല്പര്യമെടുക്കണം. മാത്രമല്ല, കുട്ടനാട്ടിലെ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കുറച്ചൊക്കെ ആന്റണി സാർ ഇവിടെ പറഞ്ഞു. ഇവിടെ എല്ലാ കാലങ്ങളിലും കുട്ടനാടിന്റെ മണ്ണിനോട് യോജിച്ചുള്ള വിത്തുകൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ആദ്യകാലത്ത് വർഷങ്ങൾക്കപ്പുറം 22 വർഷത്തിനപ്പുറത്താണ് ഉമ എന്ന് പറയുന്ന ഒരു നെൽവിത്തും 1285 എന്ന് പറയുന്ന ഒരു നെൽവിത്തും ഇവിടെ കണ്ടെത്തുകയും അത് വ്യാപകമാവുകയും ചെയ്തു. അതിൽ നിന്നും ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്ക് ചില കാര്യങ്ങൾ നടന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ അത് കുട്ടനാടിന്റെ മണ്ണിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ചുള്ള ഒരു വിത്ത് കണ്ടെത്താൻ നമുക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അത് കുട്ടനാടിന്റെ വലിയൊരു പ്രശ്നമാണ്. മടവീഴ്ചയും വെള്ളപ്പൊക്കവും കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് അത് കുട്ടനാട് ഉണ്ടായ കാലങ്ങളിൽ രാജാക്കന്മാരുടെ കാലം മുതലേ ഇവിടെ ഉണ്ടായിരുന്നു വെള്ളപ്പൊക്കം. പക്ഷെ ഇപ്പോഴുണ്ടാവുന്ന ഒരു പ്രക്രിയ, മുമ്പ് അദ്ദേഹം പറഞ്ഞതുപോലെ, ഇപ്പം പണ്ടൊക്കെ വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ ഒരു 4 ദിവസം 5 ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഉയരുകയും അടുത്ത ഒരു 4 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് വെള്ളം ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്ന സ്ഥിതികൾ കുട്ടനാട്ടിലുണ്ടായിരുന്നു. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ അത് ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതകൾ ഉണ്ടാവുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് എന്ന് അടിസ്ഥാനപരമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് ഈ പാടശേഖരങ്ങളൊക്കെ കൃഷി കഴിയുന്ന പാടശേഖരങ്ങളൊക്കെ അത് തുറന്നിടാറ് പതിവില്ല. ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നതാണ്. തൂമ്പ് തുറന്ന് വെള്ളം കയറ്റി വെള്ളം സംഭരിച്ചിടുന്ന ഒരു സ്ഥിതിയാണ് പലപ്പോഴും ഉണ്ടാവാറ് പതിവ്. അപ്പോൾ പെയ്യുന്ന വെള്ളമൊക്കെ കരകവിഞ്ഞൊഴുകി അത് അവിടെ കെട്ടിക്കിടക്കുകയും ഒഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടുകയും ചെയ്തു. അതിന് പരിഹാരമായിട്ട് സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഷട്ടറുകൾ ഉണ്ടാക്കി പൊതുമടകൾ സ്ഥാപിക്കണം. ഇവിടുത്തെ നമുക്ക് മറക്കാനാവാത്തൊരു കാര്യമുണ്ട്. 2018 വലിയ ജലപ്രളയത്തിന് ശേഷം, വെള്ളപ്പൊക്കമല്ല പ്രളയത്തിന് ശേഷം, പിറ്റേ കൃഷിക്ക് സർവ്വസാധാരണമായിട്ട് ഇപ്പൊ കുട്ടനാട്ടിലെ കർഷകന് കിട്ടുന്നത് ഒരു 2 കിൻഡൽ നെല്ലാണ് പലപ്പോഴും കിട്ടാറ് പതിവ്. അന്നത്തെ കർഷകന് ലഭിച്ചത് 3.5 4 കിൻഡൽ നെല്ല് ലഭിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് 2018 കിഴക്ക് വെള്ളം ഇങ്ങോട്ട് വന്ന് കയറി എക്കല് നമ്മുടെ പാടശേഖരങ്ങളിൽ കവിഞ്ഞു കയറി അതവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട് പിറ്റേ തവണ കൃഷി ചെയ്ത സന്ദർഭത്തിൽ നല്ല വിളവ് ലഭിച്ചു. ഇപ്പൊ സംഭവിക്കുന്നത്, നമ്മുടെ പാടശേഖരത്തിന്റെ പൊതുമടകൾ അടയ്ക്കപ്പെട്ടിരിക്കുകയും തൂമ്പ് തുറന്ന് വെള്ളം കയറുകയും ചെയ്തു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കർഷകന് അതിൽ ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ടല്ല. പൊതുമടകൾ തുറന്നു വെച്ചുകൊണ്ട് അത് വീണ്ടും കൃഷിക്കായിട്ട് വരുന്ന സന്ദർഭത്തിൽ അത് മടകൾക്ക് കുത്തി ചിറയാക്കി വീണ്ടും വെള്ളം വറ്റിച്ചു കളയുന്നതിന് വേണ്ടി ഭീമാകരമായ തുക ചെലവഴിക്കേണ്ടി വരും. അടുത്ത ദിവസം ഞാനൊരു പാടശേഖര സമിതി പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒരു മട കുത്തി മുട്ടാക്കി എടുക്കണമെങ്കിൽ അതിന് 2-3 ലക്ഷം രൂപ ചെലവഴിക്കുന്ന സ്ഥിതി ഉണ്ടാവും. നമ്മുടെ വീടിനടുത്തൊരു വലിയ പാടശേഖരമുണ്ട്. 10 പൊതുമടകൾ അവിടെയുണ്ട്, 10 മോട്ടോർ തറകളുണ്ട്. ഈ 10 മോട്ടോർ തറകളിലെയും പെട്ടിയെടുത്ത് കരയ്ക്ക് വെച്ചിട്ട് വെള്ളം കയറാനുള്ള സൗകര്യം ഉണ്ടാക്കുകയും പൊതുമടകൾ 5-6 എണ്ണം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ പാടശേഖര സമിതിക്കാരനോട് അത് അഫോർഡ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പൊതുമടകൾ ഗവൺമെന്റ് തലവിൽ തന്നെ അത് മെക്കാനിക്കലായിട്ട് 2 വശത്തും കല്ല് കെട്ടി ഷട്ടറുകൾ ഇട്ട് യഥാസമയത്ത് ഉയർത്തുകയും യഥാസമയത്ത് താഴ്ത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ട് കിഴക്കൻ വെള്ളങ്ങൾ വന്നു കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവുകയും നമ്മുടെ ഈൽഡിങ് വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നെ രണ്ടാമതൊരു കാര്യം, ഏത് പദ്ധതി നടപ്പാക്കിയാലും അതിൽ കർഷകരുടേതായ ചില പങ്കാളിത്തങ്ങൾ ഉണ്ടാവണം. കർഷക തൊഴിലാളികൾക്ക് അവരുടേതായ ചില പങ്കാളിത്തങ്ങൾ ഉണ്ടാവണം. മുരിക്കൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടൊന്നുമല്ല ഇവിടെ 3 കായലുകൾ കുത്തിയെടുത്തത്. അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയും അദ്ദേഹത്തെ ഒപ്പം നിന്ന ആയിരക്കണക്കിന് കർഷക തൊഴിലാളികളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് കായൽ കുത്തിയെടുക്കാൻ പറ്റിയത്. ഇന്ന് ആ കായലുകൾ ഉണ്ടാകുന്ന സ്ഥിതി ഒന്ന് പരിശോധിച്ച് നോക്കുക. അദ്ദേഹത്തിന്റെ കാലത്ത് നിന്ന് അദ്ദേഹം നിര്യാതനായതിനു ശേഷം ആ കായലുകൾ ഗവൺമെന്റ് ഏറ്റെടുത്തു, അത് തൊഴിലാളികൾക്ക് വിതരണം ചെയ്യപ്പെട്ടു. ഇന്നത് തരിശു നിലങ്ങളായിട്ട് കിടക്കുകയാണ്.
എന്ന് പറഞ്ഞാൽ ഈ തരം കാര്യങ്ങളിലൊക്കെ ഗവൺമെന്റിന് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടാവണം. ആന്റണി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വെള്ളം പൊങ്ങുമ്പോഴല്ല വെള്ളപ്പൊക്കം എങ്ങനെ ഒഴിവാക്കണമെന്നതിനെ പറ്റി ആലോചിക്കുക. ഗവൺമെന്റിന് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ പരാജയം, ഇതെല്ലാ കാലത്തെയും ഗവൺമെന്റുകൾക്ക് ഉണ്ടായിട്ടുള്ള, ഭരണകൂടങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കുഴപ്പം, കൃഷി കാലഘട്ടമാകുന്നു, അതിനൊരു കാർഷിക കലണ്ടർ നടപ്പാക്കണം. എപ്പം വെള്ളം വറ്റിക്കണം, എപ്പം വിത്ത് വിതയ്ക്കണം, എപ്പം വളവിടണം, എപ്പം കൊയ്യണം, എപ്പോൾ അതിൽ വെള്ളം കയറ്റണം സംബന്ധിച്ചൊരു കാർഷിക കലണ്ടർ ഉണ്ടാവണം. അത് ഇതുവരെ പ്രായോഗികമായിട്ടില്ല. ഉണ്ട്, കലക്ടർ നേതൃത്വത്തിൽ ഒരു കാർഷിക കലണ്ടർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് പലപ്പോഴും പലരും അത് തെറ്റിദ്ധരിക്കപ്പെട്ട് നടപ്പാക്കാതിരിക്കുക. അതുപോലെ തന്നെ പ്രീ പ്ലാനിങ്, ഇത് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ കൊയ്ത്തന്ത്രം ഇറക്കുന്നതിനെ സംബന്ധിച്ച്, അമിതമായ കൂലി മേടിക്കുന്നതിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ഇടത്തട്ടുകാരുടെ ചൂഷണത്തെ സംബന്ധിച്ച്, മില്ലുകാരുടെയും ഏജന്റുമാരുടെയും ചൂഷണത്തെ സംബന്ധിച്ച് ഒത്തിരി പ്രശ്നങ്ങൾ കൊയ്ത്ത് കാലങ്ങൾ ഉണ്ടാവാറുണ്ട്. കിഴിവ് ഇതൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 1 കിലോ നെല്ലെടുക്കുമ്പോൾ അല്ലെങ്കിൽ 100 കിൻഡൽ നെല്ലെടുക്കുന്ന സന്ദർഭത്തിൽ എത്ര കിഴിവ് വേണം? അതിൽ 14 കിലോ വരെ ഇവിടുത്തെ മില്ലുകാർ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച് ഒരു വ്യവസ്ഥാപിതമായ ഒരു രീതി ഗവൺമെന്റ് നേരത്തെ തന്നെ നടപ്പാക്കണം. നടപ്പാക്കിയെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾക്ക് ഒരു രീതി ഉണ്ടാവുകയുള്ളൂ. മറ്റൊന്ന്, ഇതൊരു പൈതൃക കേന്ദ്രമാണ്. കുട്ടനാടിനെ സംബന്ധിച്ച് ഒരു മതമൈത്രിയുടെ സ്ഥലമാണ്. ഇവിടുത്തെ വലിയ വലിയ പുരാതന ദേവാലയങ്ങൾ പരിശോധിച്ചു. ഇപ്പൊ ആന്റണിയുടെ നാട്ടിൽ തന്നെ ചമ്പക്കുളം ദേവാലയം ഈ കുട്ടനാട്ടിലെ ഏറ്റവും പൗരാണികമായ 450 ഉണ്ടായിട്ടുള്ള ദേവാലയമാണ്. ചെമ്പകശ്ശേരി രാജാവ് ഔദാര്യപൂർവ്വം കൊടുത്ത ഭൂമിയിൽ, കരന്തിരിവ് കൊടുത്ത ഭൂമിയിലാണ് അത് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിട്ടുള്ള മുഴുവൻ ഇതുപോലെ പൗരാണികമായ സ്ഥിതികളിലൊക്കെ മതമൈത്രിയുടെയും സൗഹൃദത്തിന്റെയും ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ പൈതൃകങ്ങൾ ഒത്തിരി ഉണ്ട്. നീലംപരൂരിലെ ക്ഷേത്രങ്ങളുടെ പൈതൃകങ്ങൾ, കരിമാടി കുട്ടന്റെ ചരിത്രങ്ങൾ ഒക്കെ, ഈ കുട്ടനാടുമായി ബന്ധപ്പെട്ട കള്ളൂർകാട് ദേവാലയത്തോടനുബന്ധിച്ചുള്ള താളിയോലകൾ, അത് കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതൊക്കെ അത് പരിശോധിച്ച്, എടത്വാ പള്ളിയുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ, അതൊക്കെ സംരക്ഷിച്ച് നിലനിർത്തുവാനുള്ള സാംസ്കാരിക മുന്നേറ്റം കൂടി ഗവൺമെന്റിന് ഉണ്ടാവണം. ഫലത്തിൽ എനിക്ക് ചുരുക്കാൻ ഇത്രയേ ഉള്ളൂ, ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി ഉണ്ടാവണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടനാട് നിയോജകമണ്ഡലത്തിന്റെ നമ്പർ 104 എന്നുള്ളതാണ്. കുട്ടനാട് ഇപ്പം പാക്കേജ് പരാജയപ്പെട്ടതിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, യശസ്വരീയനായ മാണി സാറ് പാലായിക്ക് വരെ കുട്ടനാട് പാക്കേജിന്റെ ആനുകൂല്യം കൊണ്ടുപോയി. ഉമ്മൻചാണ്ടി, അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിൽ വരെ ആ കുട്ടനാട് പാക്കേജിന്റെ ഫണ്ട് വിനിയോഗങ്ങൾ കൊണ്ടുപോയി എന്ന് പറയാറ് പതിവുണ്ട്. അതുകൊണ്ട് കുട്ടനാടിനെ മാത്രം 104 നിയോജക മണ്ഡലത്തിന് നമ്പർ കൊടുത്തുകൊണ്ട് കുട്ടനാട് നിയോജക മണ്ഡലത്തിന് മാത്രമായ ചില പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിൽ മാത്രമേ കുട്ടനാടിനെ പൂർണ്ണമായി വിജയിക്കാനും കാര്യങ്ങളിലേക്ക് എത്താനും പറ്റത്തുള്ളൂ. 2, ഇത്തരം കാര്യങ്ങളിൽ ജനകീയ പങ്കാളിത്തം ഉണ്ടാവണം. 3 ടയർ സിസ്റ്റം കേരളത്തിൽ വളരെ സജീവമായി നടക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ഭംഗിയായിട്ട് നടത്തപ്പെടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് അതിലൊക്കെ ജനകീയമായ ഒരു പങ്കാളിത്തം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ നാടിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വളർച്ച ഉണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ പക്ഷം. ഞാൻ ശ്രീ ആന്റണി ചമ്പക്കുളത്തിലേക്ക് വീണ്ടും വരികയാണ്. നമ്മൾ അങ്ങ് തുടക്കത്തിൽ ഇതിന്റെ ഒരു പ്രതിസന്ധി, നമ്മുടെ കുട്ടനാട് നേരിടുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ, നെൽകർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, മത്സ്യ കൃഷിക്കാരുടെ പ്രശ്നങ്ങളുണ്ട്, താറാവ് കൃഷിക്കാരുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അനവധി പ്രശ്നങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു പരിണിത ഫലമായിട്ട് ആ മേഖല നേരിടുന്ന സാമൂഹ്യമായിട്ടുള്ള പല പ്രശ്നങ്ങളും അത് പലപ്പോഴും ലോകം ചർച്ച ചെയ്യുന്നത്. പലപ്പോഴും കുട്ടനാടിൻ്റെ ആ ടൂറിസ്റ്റുകൾ അവിടെ വിസിറ്റ് ചെയ്യുന്നു, ഹൗസ് ബോട്ടുകൾ, അങ്ങനെ മനോഹരമായിട്ടുള്ള ചിത്രമാണ്. ഈ പ്രതിസന്ധികൾ മൂലം ഈ കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന പ്രദേശങ്ങളിലെ കുടുംബങ്ങൾ ഈ വിവാഹാലോചനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഒക്കെ നേരിടാറുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ സാമൂഹ്യമായിട്ട് ഈ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് സാമൂഹ്യ തലത്തിൽ എങ്ങനെ കുട്ടനാടിൽ ഒരു പ്രത്യാഘാതം സൃഷ്ടിക്കും? അങ്ങയുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ 1-2 അനുഭവങ്ങൾ കൂടി അങ്ങേക്ക് പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ ആ വിഷയത്തിൽ അങ്ങേക്ക് പങ്കുവയ്ക്കാം. ശ്രീ ആന്റണി. കുട്ടനാട്ടിൽ സാംസ്കാരികവും അതുപോലെ തന്നെ സാമൂഹികമായ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കുട്ടനാട് കടന്നു പോകുന്നത്. കാരണം കുട്ടനാട് ജീവിക്കാൻ കൊള്ളുകയില്ലാത്ത ഒരു സ്ഥലമാണെന്ന് പറഞ്ഞ് പരത്തുന്ന ഒരു രീതി ഇന്ന് കാണുന്നുണ്ട്. ഇവിടേക്ക് പെൺകുട്ടികളെ കെട്ടിച്ചയക്കാത്ത ഒരവസ്ഥയുണ്ട്. ഇവിടെ വിവാഹം നടക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇവിടെ പകർച്ചവ്യാധികളും അതുപോലെ തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു വരത്തുന്നുണ്ട്. അതിലൊക്കെ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇതൊക്കെ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു ശൈലിയിൽ കുട്ടനാടിനെ ആരൊക്കെയോ കൂടി ചേർന്ന് ഹൈജാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണെന്നാണ് തനത് കുട്ടനാട്ടുകാരായ ഞങ്ങളുടെയൊക്കെ ചിന്താഗതി. പുതിയ ചില ആളുകൾ ഇവിടെ വന്ന് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചിടുകയും ഏറെ സ്ഥലങ്ങളൊക്കെ തരിച്ചിടുകയും
കൃഷി നഷ്ടമാണ് എന്ന് ആണ്ടുവട്ടത്തിൽ മുഴുവൻ പറഞ്ഞു പരത്തുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം കുട്ടനാട്ടിലുണ്ട്. കുട്ടനാട്ടിൽ കൃഷി നേരെ ചൊവ്വിനെ നോക്കി നടന്നാൽ, യഥാസമയം സർക്കാർ സഹായിച്ച് നെല്ലിന്റെ വില കൊടുത്താൽ, അതുപോലെ കൃഷി ചെലവ് അല്പം കുറയ്ക്കാൻ സാധിച്ചാൽ, അല്ലെ യഥാസമയം വെള്ളം വറ്റിക്കുന്നതിന്റെ ചിലവും കാര്യങ്ങളും ഒക്കെ സർക്കാർ ഏറ്റെടുത്താൽ, അല്ലെ പാടശേഖരത്തിലെ വെള്ളം വറ്റിച്ച് അവിടെ കൃഷി ചെയ്യുമ്പോൾ അവന് നൽകേണ്ട സബ്സിഡി യഥാസമയം നൽകിയാൽ, നെല്ല് വിലയ്ക്ക് വേണ്ടി അവൻ സമരം നടത്താതെ നെല്ല് കൊടുത്താൽ അടുത്ത ദിവസം തന്നെ അവന്റെ അക്കൗണ്ടിലേക്ക് നെല്ലിന്റെ പൈസ വന്നാൽ കുട്ടനാട് ജീവിക്കാൻ കൊള്ളുന്ന നാട് തന്നെയാണ്. ഇവിടുത്തെ മത്സ്യസമ്പത്തിന് വേണ്ട പരസ്യം കൊടുത്താൽ, കുട്ടനാടൻ താറാവിനും കുട്ടനാടൻ കരിമീനും വേണ്ട പബ്ലിസിറ്റിയും പരസ്യവും കൊടുത്തൊരു ബ്രാൻഡ് ആക്കിയാൽ കുട്ടനാട് ജീവിക്കാൻ കൊള്ളാവുന്ന സ്ഥലം തന്നെയാണ്. കുട്ടനാടൻ നെല്ല് ഒരു പ്രത്യേക അരി ഒരു പ്രത്യേക ബ്രാൻഡ് ആക്കിയാൽ കുട്ടനാട് ജീവിക്കാൻ കൊള്ളാവുന്ന സ്ഥലം തന്നെയാണ്. ഇവിടെ കുടുംബ പ്രശ്നങ്ങളുണ്ട്. കാരണം ഒത്തിരിയേറെ വീടുകൾ കുട്ടനാട്ടുകാർ ഇവിടെ നിന്ന് മാറി ചങ്ങനാശ്ശേരിയിലും അനുബന്ധ പ്രദേശങ്ങളിലും പോയി താമസിക്കുന്നുണ്ട്. അതിന്റെ ഒരു കാരണം അവർ പൂർണ്ണമായിട്ടും കുട്ടനാട് വിട്ടുപോവുകയല്ല, അവരുടെ ബന്ധങ്ങൾ കൊണ്ട് ഒരിക്കലും അവർക്ക് കുട്ടനാട് വിട്ടുപോകാൻ സാധിക്കില്ല. അവരുടെ വസ്തുവും വീടും നിലങ്ങളും ഒക്കെ കുട്ടനാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അവർ നിർബന്ധിതരാകുകയാണ്? അവരെ സഹായിക്കാൻ ആരുമില്ലെന്നുള്ള തോന്നൽ. കാരണം പാടശേഖരത്തിന്റെ ബണ്ടിനകത്ത് താമസിക്കുന്നവര് വെള്ളം കയറി കഴിഞ്ഞാൽ വീട്ടിൽ മാസങ്ങളോളം വെള്ളം കയറി കിടക്കും. അങ്ങനെയുള്ളവർ പ്രായമായവരെയും കുട്ടികളുമായിട്ട് ചങ്ങനാശ്ശേരിക്കോ അനുബന്ധ സ്ഥലങ്ങളിലേക്കോ പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഇതൊക്കെ ഇവിടുത്തെ ബന്ധങ്ങളിൽ ഒത്തിരി പാളിച്ച വരുന്നുണ്ട്. വില കുറച്ച് എങ്ങനെങ്കിലും വാങ്ങിച്ചെടുക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപറ്റം ആളുകൾ കഴുകൻ കണ്ണുമായി കുട്ടനാടിനെ ഫലം വെക്കുന്നുണ്ട്. ഇവിടെ പണ്ട് നിലനിന്നിരുന്ന ഒരു മത ഐക്യമുണ്ട്, ഹിന്ദു ക്രിസ്ത്യൻ ഐക്യമുണ്ട്. അതിനൊക്കെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ചമ്പക്കുളം മൂലം വള്ളംകളിയൊക്കെ. അമ്പലപ്പുഴ രാജാവും ചമ്പക്കുളത്ത് പള്ളിയും മാപ്പിളശ്ശേരി തറവാടും കുട്ടനാട്ടിലെ ഈഴവ കുടുംബങ്ങളും ക്രിസ്ത്യൻ കുടുംബങ്ങളും നായർ കുടുംബങ്ങളും ഹിന്ദു കുടുംബങ്ങളെല്ലാം ചേർന്നുള്ള ഒരു ഐക്യത്തിന്റെ, അല്ല രാജാവെന്നോ പ്രജയെന്നോ വ്യത്യാസമില്ലാതെ, പള്ളിയെന്നോ അമ്പലമെന്നോ വ്യത്യാസമില്ലാതെ വളരെ സൗഹൃദത്തിൽ മുന്നോട്ട് പോയിരുന്ന ഒരു സമൂഹമായിരുന്നു കുട്ടനാടിൻ്റെത്. ഒരു ലയം ഉണ്ടായിരുന്നു കുട്ടനാടിന്. ആ ലയമൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുക. ഇതിന് 2-3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത് ഞാൻ പറഞ്ഞ കാര്യം, കുട്ടനാട് ജീവിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു പരത്തുന്ന ആ ഒരു രീതി, അത് മാറണമെങ്കിൽ കുട്ടനാട്ടിലെ നെൽകൃഷി ലാഭകരമാകണം. നെൽകൃഷി കൊണ്ട് ജീവിക്കുന്നവന് ഒരു അന്തസ് ഉണ്ടാക്കി കൊടുക്കണം. എങ്ങനെ കുട്ടനാടൻ നെൽകൃഷിക്കോ അല്ലെ താറാവ് കൃഷിക്കോ മത്സ്യ കർഷകർക്കോ തെങ്ങ് കർഷകർക്കോ അന്തസ് ഉണ്ടാവുന്നത്? അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം കൊണ്ട് അവന് ജീവിക്കാനാവുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവണം. ആ ഒരു സാഹചര്യം ഇന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക്, അതാരെന്ന് ഞാൻ പറയുന്നില്ല, ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ 20 വർഷമായിട്ട് എടുത്തു പറയാം, കുട്ടനാടിനെ പറ്റി പറഞ്ഞാൽ കഴിഞ്ഞ 20 വർഷമായിട്ട് കുട്ടനാട് ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണങ്ങൾ പലതുണ്ടാകാം, രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാകാം, അല്ലാത്തതുണ്ടാവാം. ഇവിടെ പണ്ട് KM കോരയുടെ കാലത്തും അതിനുശേഷം വന്ന മന്ത്രിമാരുടെ കാലത്തും അതുപോലെ തന്നെ ഡോക്ടർ KC ജോസഫിന്റെ ഒക്കെ കാലത്തും കുട്ടനാട് ഉയർച്ചയുടെ ഒരു ഗ്രാഫിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം കുട്ടനാടിന് എന്ത് സംഭവിച്ചു, അല്ലെ 2018 ശേഷം പ്രത്യേകിച്ചും കുട്ടനാടിന് എന്ത് സംഭവിച്ചു എന്ന് പഠനം നടത്തേണ്ടതായിട്ടായിരിക്കുന്നത്. കുട്ടനാട്ടിലെ മാറാ രോഗങ്ങൾക്ക് എന്താണ് കാരണമെന്ന് പഠനം നടത്തണം. കുട്ടനാട്ടിലെ താറാവ് കർഷകർക്ക് അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് കാണണം. നെൽകൃഷിയുടെ പ്രധാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള കാരണങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാഹചര്യങ്ങളെ ഞാനൊന്ന് പറയാം. നെൽകർഷകന് അവനുണ്ടാകുന്ന ചെലവിന് ആനുപാതികമായിട്ട് അവന് വരുമാനം ഉണ്ടാക്കണം. അതിനെന്താണ്? നെല്ലിന് കൃത്യമായ ഒരു താങ്ങുവില, 4 ഇരട്ടി വർദ്ധിപ്പിച്ചില്ലെങ്കിലും ന്യായമായിട്ടുള്ള താങ്ങുവില അവന് കൊടുക്കണം. അതുപോലെ യഥാസമയം അവന്റെ നെല്ല് കൊയ്തെടുക്കാനായിട്ട് യന്ത്രങ്ങൾ അവന് കിട്ടണം. യഥാസമയം നെല്ല് സംഭരിക്കപ്പെടണം. കുട്ടനാട്ടിൽ അറിയപ്പെടുന്ന ഏറ്റവും കിരാതമായ ഒരു സമ്പ്രദായമാണ് കിഴിവ് സമ്പ്രദായം. പണ്ട് കാലത്തൊന്നും ഇല്ലായിരുന്ന, അടുത്ത കാലത്ത് മാത്രം കയറി വന്നിരിക്കുന്ന മില്ലുകാരുടെ ഏജന്റന്മാരുടെയും ഈ കിഴിവ്, നെല്ലുവലി സാർ പറഞ്ഞതുപോലെ ഈ കിഴിവെന്ന കിരാത സമ്പ്രദായം മാറ്റുന്നതിന് വേണ്ട നടപടി സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ പാടശേഖരത്തിലെ ബണ്ട് പിടുത്തവും അവിടുത്തെ വെള്ളം വറ്റിക്കുന്നതും ഒക്കെ സർക്കാരായിരിക്കണം പൂർണ്ണമായിട്ടും അതിന് പൈസ ചെലവഴിക്കുന്നത്. ഈ പണം ചെലവഴിക്കാനായിട്ട് കൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 1/3 ചെലവ് ഓരോ കർഷകനും ഉണ്ടായിക്കൊണ്ടിരിക്കുക. നിലം ഒരുക്കുന്നതിനും പാടത്തെ വെള്ളം വറ്റിക്കുന്നതിനും ബണ്ട് പിടിക്കുന്നതിനും ഒക്കെ മടകുത്തുന്നതിനും ഒക്കെ ആയിട്ട് അവൻ കൃഷി ചെലവിന്റെ 1/3 ചെലവഴിക്കേണ്ടതായിട്ടായിരിക്കുന്നത്. പിന്നെ അവൻ എന്നാ ലാഭം ഉണ്ടാകുന്നത്? പിന്നെ എങ്ങനെയാണ് അവന്റെ മക്കൾ കൃഷിയിലേക്ക് വരുന്നത്? അവൻ എങ്ങനെ നെല്ലിന്റെ പൈസയ്ക്ക് വേണ്ടി അവൻ റോഡിലിരിക്കണം മാസങ്ങളോളം, അല്ലെ ബാങ്കിന്റെ മുന്നിൽ പോയി കുത്തിയിരിക്കണം.
സമരം നടത്തണം, പാടി ഓഫീസ് പിക്കറ്റ് ചെയ്യണം, എങ്കിലേ അവന് നെല്ലിന്റെ പൈസ കിട്ടത്തുള്ളൂ. യഥാസമയം സംഭരിക്കാതെ പാടത്തും വരമ്പത്തും കിടക്കുന്ന അവന്റെ നെല്ല് വെള്ളം വീണും മഴ വീണും അത് കുതിർന്ന് ആവശ്യമില്ലാത്ത ഉപയോഗശൂന്യമായി മാറുമ്പോൾ അവന്റെ ചങ്കു പൊടിയുകയാണ് ചെയ്യുന്നത് ഒരു കർഷകന്റെ. ഇത് അവനെ ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് അയക്കുമ്പം കുട്ടനാട്ടിലെ പുതിയ തലമുറ എന്തുകൊണ്ട് കൃഷിയിലേക്ക് വരുന്നില്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ കാരണം അതെ. അവന് ജീവിത മാർഗമാണ് ഇതെന്ന് പറയണം. പണ്ട് 10 ഏക്കർ ഉണ്ടായിരുന്ന ഒരാൾ മുതലാളിയായിരുന്നു കുട്ടനാട്ടിൽ. ഇന്ന് 10 ഏക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ മകനെ പഠിപ്പിക്കണമെങ്കിൽ അവൻ വേറെ എന്തെങ്കിലും മാർഗം നോക്കണം, ലോൺ എടുക്കണം. അവന്റെ നെൽകൃഷി കൊണ്ട് അവന് ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് അതിന് വേണ്ടുന്ന സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കാത്ത, കുട്ടനാടിനെ കൂടെ ചേർക്കാത്ത ഉത്തരവാദിത്തപ്പെട്ടവരാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കാര്യം നെല്ലുവേലി സാർ പറഞ്ഞു, വളരെ കൃത്യമായിട്ടാണ് ആ കാര്യം. കാരണം 19-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ കുട്ടനാട്ടിൽ കായലുകൾ കുത്തിപ്പൊക്കിയപ്പോൾ അതിന് എല്ലാവിധ പ്രോത്സാഹനം കൊടുത്ത ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷന്മാരെ 20-ാം നൂറ്റാണ്ടിലും അതുപോലെ തന്നെ മുരിക്കൻ കായലുകൾ കുത്തിയെടുത്തപ്പോൾ അതിനുശേഷം കേരളത്തിലെ ചങ്ങനാശ്ശേരി പ്രദേശത്തു നിന്ന്, അന്ന് പാലാ ഉൾപ്പെടുന്ന ചങ്ങനാശ്ശേരി പ്രദേശത്തു നിന്നും മലയോരങ്ങളിലേക്ക് പോയി നിങ്ങൾ പുതിയ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചവരെ, അല്ലെ കിഴക്കൻ പ്രദേശത്തുള്ളവരെ കുട്ടനാട്ടിലേക്ക് അയച്ച് നെൽകൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചത്, ഇതിനെല്ലാം അന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വം ഉണ്ടായിരുന്നു. ഈ ചങ്ങനാശ്ശേരി അതിരൂപത നൽകിയ നേതൃത്വം അത് പള്ളിത്താനം ലൂക്കാ മത്തായിയുടെയും മത്തായി ലൂക്കായുടെയും അതുപോലെ തന്നെ പിന്നീട് മുരിക്കന്റെയും കാലത്ത് നമ്മൾ കണ്ടതാ. അത് തന്നെ ഇന്നവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ ഈ സമരത്തിലേക്ക് ഇറക്കാതെ കുട്ടനാടൻ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ ആനുകൂല്യങ്ങൾ, അല്ലെ എന്തൊക്കെ സൗകര്യങ്ങൾ, എന്തൊക്കെ അവകാശങ്ങൾ കുട്ടനാടൻ ജനതയ്ക്കുണ്ട് എന്ന് അവയൊക്കെ നൽകാൻ അല്പം കുറവുള്ളവർക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്നു എന്നതുപോലെ കുട്ടനാടെന്ന ഈ പ്രദേശത്ത്, ഈ വെള്ളക്കെട്ടിന് താഴെ കിടക്കുന്ന ഈ പ്രദേശത്തിന് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ സർക്കാരും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മറ്റ് ഏജൻസികളും ശ്രമിച്ചെങ്കിൽ മാത്രമേ കുട്ടനാടെന്ന് പറയുന്ന ഈ സ്ഥലം രക്ഷപ്പെടത്തുള്ളൂ. അതുപോലെ തന്നെ കുട്ടനാട്ടിലെ കായലുകളും തോടുകളും ആഴം കൂട്ടിയാൽ ഇവിടെ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നമില്ല, വെള്ളക്കെട്ടിന്റെ പ്രശ്നമില്ല. വെള്ളപ്പൊക്കം വരും. കുട്ടനാടൻ ജനതയ്ക്ക് വെള്ളപ്പൊക്കം വന്നില്ലെങ്കിൽ ആ ബുദ്ധിമുട്ട്. കാരണം അവന്റെ പ്രദേശത്ത് അടിഞ്ഞു കിടക്കുന്ന അഴുക്കുകളും മറ്റു കാര്യങ്ങളെല്ലാം കായലിലൂടെ ഒഴുകി അറബിക്കടലിലേക്ക് പോകണമെങ്കിൽ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം വേണം. കുട്ടനാട്ടുകാരായ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കം ഒരു പേടിയല്ല, ഞങ്ങൾക്കതൊരു സ്വപ്നമാണ്. ആണ്ടുവട്ടത്തിൽ 2ഉം 3ഉം വരട്ടെ, ഞങ്ങൾക്കൊരു പരാതിയുമില്ല. പക്ഷേ ഇവിടെ ഈ വെള്ളക്കെട്ടാണ് ഞങ്ങളെ ദുരിതത്തിലാക്കുന്നത്, ഞങ്ങളുടെ കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്നത്, ഞങ്ങളെ ഇവിടുന്ന് മാറി താമസിക്കാൻ പ്രേരിപ്പിക്കുന്നത്, ഞങ്ങളുടെ മക്കൾക്ക് പെണ്ണ് കിട്ടാത്തത്, ഞങ്ങളുടെ പെൺമക്കളെ കെട്ടിച്ചയക്കാൻ പറ്റാത്തത്, ഞങ്ങളുടെ പള്ളിക്കുടങ്ങൾ തകർന്നു വീഴുന്നത്, ഞങ്ങളുടെ പള്ളികളും അമ്പലങ്ങളും തകർന്നു വീഴുന്നത്, ഞങ്ങളുടെ മതിലുകൾ ഇടിഞ്ഞു വീഴുന്നത്, ഞങ്ങളുടെ അതിരുകൾ ഒഴുകിക്കൊണ്ടു പോകുന്നത് ഈ വെള്ളക്കെട്ടിലാണ്. ഞങ്ങളുടെ നാട്ടുകാർക്ക് മാറാ രോഗങ്ങളും ഞങ്ങളുടെ നാട്ടിൽ തീരാ ദുരിതങ്ങളും വിതയ്ക്കുന്ന ഈ വെള്ളക്കെട്ട്, അതിന് പരിഹാരം കാണണം. അതിന് ഓരോ പാടശേഖരത്തിന്റെയും പുറം ബണ്ടുകൾ ബലപ്പെടുത്തണം. സ്ലാബ് ആൻഡ് പൈലൊന്നും ഉപയോഗിച്ചല്ല, പ്രകൃതിദത്തമായ രീതിയിൽ കായലിലെയും ആറ്റിലെയും മണ്ണും മണലും കൊണ്ട് ചെളിയും കൊണ്ട് കുത്തി ഉയർത്തി അവിടെ തെങ്ങുവെച്ച് ഞങ്ങളുടെ ബണ്ടുകൾ സുരക്ഷിതമാക്കിയാൽ പാടത്ത് വെള്ളം നിൽക്കാതെ സ്ഥിരമായി ഒരു കൃത്യ ലെവലിൽ വെള്ളം പുറത്തേക്ക് വറ്റിച്ചു കളയാനുള്ള സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ വന്നാൽ പാടശേഖരത്തിനുള്ളിലെ റോഡ് പോവില്ല, വീട് പോവില്ല, അതിനുള്ളിൽ നിൽക്കുന്ന പള്ളിക്കുടങ്ങൾ പോകത്തില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള വിത്ത് കുട്ടനാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കണം. കാരണം കേരളത്തിൽ ഇത്ര നല്ല രീതിയിൽ കഴിഞ്ഞ കാലത്ത് മാമ്പഴക്കരി സ്വദേശിയായ ഒരു ജോസ് ജോൺ വേങ്ങാന്ത്ര ഒരു അച്ചായനുണ്ട്. ആ അച്ചായൻ ചിത്തിര മാർത്താണ്ഡം റാണി കായലുകൾ 2 കായലുകൾ അദ്ദേഹം കൃഷി ചെയ്തു. വളരെ സുന്ദരമായി 5 വർഷം അദ്ദേഹം കൃഷി ചെയ്തു, നല്ല നേട്ടമുണ്ടാക്കി. അവിടുത്തെ നില ഉടമകൾക്ക് അതിന്റെ വിഹിതം നൽകുകയും ചെയ്തു. അദ്ദേഹത്തെ പോലെ കൂട്ടുകൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവെടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം കൂടെ കുട്ടനാട്ടിൽ കൊണ്ടുവന്ന് അവിടെ മത്സ്യകൃഷിയും കൂടെ കൊണ്ടുവരാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ കായലുകൾ ഏറ്റവും നല്ല വിത്തുൽപാദന കേന്ദ്രങ്ങളാക്കണം. എന്തിനാ കുട്ടനാട്ടിൽ കൃഷി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയുന്ന ജനനേതാക്കന്മാർ നമുക്ക് നാട്ടിലുണ്ട്. പക്ഷേ കുട്ടനാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന മറ്റ് സങ്കര ഇനങ്ങളൊന്നും വരാത്ത തരത്തിലുള്ള വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ കുട്ടനാട്ടിൽ തന്നെയുണ്ട്. നമ്മുടെ കായൽ മേഖലയിലെ നിലങ്ങളിൽ നല്ല ശുദ്ധമായ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതിന് ശ്രമം നടത്താതെ നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വിത്ത് ഇരട്ടി വിലയ്ക്കാ വാങ്ങുന്നത്. കുട്ടനാടൻ കർഷകർക്ക് കുറഞ്ഞ വിലയ്ക്ക് വിത്ത് കിട്ടാൻ സാഹചര്യമുള്ളപ്പോൾ അവന്റെ തോളത്ത് അവസാനത്തെ ആണിയും കൂടെ അടിച്ചു കൊടുക്കത്തക്ക രീതിയിൽ വിത്ത് മുതൽ
സകലതിനും വില കൂട്ടിയാണ് കുട്ടനാടൻ കർഷകർ ഗതികേടിലേക്ക് പോകുന്നത്. എങ്ങനെ കുട്ടനാടൻ കർഷകരുടെ സാമൂഹിക അല്ലെങ്കിൽ മതപരവും അതുപോലെ തന്നെ കുടുംബപരമായ പ്രശ്നങ്ങളും ഈ കൃഷി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെ ഉന്നതിയിലേക്ക് എത്തുമ്പോൾ അവന്റെ സകല പ്രശ്നങ്ങളും മാറും. ഞങ്ങളെ ഒന്ന് കൃഷി ചെയ്ത് ജീവിക്കാൻ അനുവദിച്ചാൽ മതി കുട്ടനാട്ടുകാരെ. ഞങ്ങൾ ഇവിടെ തൃപ്തരാണ്. ഞങ്ങളുടെ ഈ നാട് ജൈവ വൈവിധ്യങ്ങളുടെ നാടാണ്, സൗഹൃദത്തിന്റെ നാടാണ്, സ്നേഹത്തിൽ ഒന്നിച്ചു കൂടിയവരുടെ നാടാണ്. ഇവിടെ ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ അറിവുള്ളതാണ്. അത് വർഷങ്ങളായിട്ട് ഇവിടെ രാജാക്കന്മാരുടെ കാലത്തും അതിനുശേഷവും കുട്ടനാട് ജലത്തിൽ വെള്ളപ്പൊക്കത്തിലാണെങ്കിലും അല്ലെങ്കിലും വരൾച്ചയിലാണെങ്കിലും ശരി സൗഹാർദ്ദത്തിന് ഒരു കുറവുണ്ടായിരുന്ന നാടല്ല. ഇവിടുത്തെ മനുഷ്യരെ ഇവിടെ ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്താതിരുന്നാൽ മതി. ഒന്നും പുതിയതായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. ഇവിടെ ഉള്ളവർക്ക് പണ്ടുണ്ടായിരുന്നത് അത് ഞാൻ പറയാം. പണ്ടത്തെ ആഴം ഉണ്ടാക്കി കൊടുക്കുക, നദികൾക്കും തോടുകൾക്കും പകുതി പ്രശ്നങ്ങൾ തീരും. തണ്ണീർമുക്കം പണ്ട് യഥാസമയം തുറക്കേണ്ട സമയത്ത് അത് നോക്കിയും കണ്ടും തുറക്കുക. അതുപോലെ തന്നെ തോട്ടപ്പള്ളി സ്പിൽവേ അതിന്റെ അഴിമുഖത്തെ അത് മണ്ണ് മാറ്റേണ്ട സമയത്ത് കൃത്യമായി മണ്ണ് മാറ്റുക, ഒഴുകിപ്പോകും. അതുപോലെ തന്നെ നദികൾ AC കനാലാണെങ്കിലും ഏതാണെങ്കിലും അതിന്റെ ആരംഭകാലത്ത് ലക്ഷ്യമിട്ടിരുന്നത് പോലെ തുറക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് ഉണ്ടാകത്തില്ല. പാലായിലും തിരുവല്ലായിലും വെള്ളം പൊങ്ങുന്നത് പോലെ ഞങ്ങളും വെള്ളപ്പൊക്കത്തുള്ളൂ. കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമാണെന്ന് നിങ്ങൾക്ക് നാളെ പറയേണ്ടി വരത്തില്ല. ഇതൊക്കെ അറിയാം. പക്ഷേ ഇവിടെ എന്തോ ഒരു ഗൂഢലക്ഷ്യം ആരുടെയൊക്കെയോ മനസ്സിലുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് എന്തിനു ചെയ്യണം, കുറച്ചു നാൾ കഴിയുമ്പോൾ ഇവരൊക്കെ ഇത് ഇട്ടിട്ട് പൊക്കോളും. അങ്ങനെ ഒരിക്കലും പോവില്ല. കാരണം കുട്ടനാടൻ ജനത പോരാട്ട വീര്യമുള്ള പോരാടി തന്നെ നേടിയെടുത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്നവരാണ്. ഓരോ വർഷവും പമ്പയും അച്ചൻകോവിലും മണിമലയാറും വെള്ളം പൊങ്ങി ഞങ്ങളെ ഒഴുക്കിക്കൊണ്ട് പോകുമ്പോൾ അതിൽ പെടാതെ ഞങ്ങൾ നിന്നവരാ. അന്നൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരാ ചങ്ങനാശ്ശേരിക്കാര് കേട്ടോ. 1924 99 വെള്ളപ്പൊക്കവും 2018 വെള്ളപ്പൊക്കത്തിലും കുട്ടനാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സംരക്ഷിച്ചതും അവരെ കൂടെ നിർത്തിയതും ചങ്ങനാശ്ശേരി പ്രദേശത്തുള്ളവരാ. അപ്പം അവരൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ കൂടെയുണ്ട്. പക്ഷെ ഒരു കാര്യം, കുട്ടനാടിനെ കുട്ടനാടായിട്ട് നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട മറ്റു ചിലരൊക്കെ ഉണ്ട്. അവരൊക്കെ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സമരത്തിന്റെ ഒന്നും ആവശ്യം വരില്ലായിരുന്നു. അതാണ് ഒരു കുട്ടനാട്ടുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത്. അങ്ങനെ വളരെ വൈകാരികമായിട്ട് തന്നെ സൊല്യൂഷൻസ് അങ്ങ് അവതരിപ്പിച്ചു. ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് ശ്രീ ജോസഫിലേക്ക് വരികയാണ്. 2-3 കാര്യങ്ങൾ ശ്രീ ആന്റണി ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ചില ഗൂഢ നീക്കങ്ങൾ കുട്ടനാടിനെതിരെ നടക്കുന്നുണ്ട് എന്നൊരു സംശയം. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു തരത്തിലുള്ളൊരു നിശബ്ദമായിട്ടുള്ളൊരു കുടിയിറക്കിലേക്ക് കുട്ടനാടൻ ജനതയെ ചിലരെങ്കിലും തള്ളിവിടുന്നുണ്ട്. നമുക്കറിയാം ടൂറിസത്തിന് പേരുകേട്ട ഏരിയയാണ് അത്. അതിനാൽ തന്നെ ടൂറിസത്തിന് പ്രാമുഖ്യമുള്ള ഏരിയകൾ നോട്ടമിട്ടുകൊണ്ട് ചില മാഫിയകളൊക്കെ അത്തരം പ്രദേശങ്ങളിൽ വട്ടമിട്ട് പറക്കാറുണ്ട്. ഇപ്പോൾ മലയോര മേഖലയിൽ വന്യമൃഗ ശല്യത്തിന്റെ പിന്നിൽ അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇതുവരെയും കാണാൻ സാധിക്കാത്തതിന്റെ പിന്നിൽ മലയോര ജനതയെ നിശബ്ദമായി കുടിയിറക്കാനുള്ള നീക്കങ്ങളാണ് എന്ന ആശങ്കകളും ശക്തമാണ്. അതിനാൽ തന്നെ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലം നിശബ്ദമായിട്ടൊരു കുടിയിറക്ക് ഭീഷണി കുട്ടനാട് ജനത നേരിടുന്നില്ല. ഒപ്പം തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി നേരത്തെ നമുക്കറിയാം, ഒരു പുതിയ തലമുറ ഒരു 10-20 വർഷം കഴിഞ്ഞാൽ ഇനി ഈ പുതിയ തലമുറ എത്രത്തോളം ഈ കൃഷി മേഖലകളിലേക്ക് വരും? കാരണം കുട്ടനാടിനെ താങ്ങി നിർത്തുന്നത് ഈ കൃഷിയാണ്, കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലകളാണ്. അതിനുള്ള ഒരു സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? മൂന്നാമത്തെ ഒരു കാര്യം കൂടി അങ്ങേക്ക് പങ്കുവയ്ക്കാം. ഈ ഞായറാഴ്ച ചിങ്ങം 1 നടക്കാൻ പോകുന്ന ആ ഒരു സമരം, ആ സമരത്തിന്റെ ആ ഒരു പ്രസക്തി, അതിന്റെ വിശദാംശങ്ങൾ കൂടി അങ്ങേക്ക് പങ്കുവയ്ക്കാം ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിൽ. ഒരു കണക്ക് ഞാൻ പറയാം. ജില്ലയില് ആലപ്പുഴ ജില്ലയിൽ 54,000 ഹെക്ടർ ആണ് ആദ്യകാലത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് 35,000 ഹെക്ടറായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. 498 പാടശേഖരങ്ങൾ കൃഷിയോഗ്യ മാത്രമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ബാക്കി സ്ഥലങ്ങളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. പാടശേഖരങ്ങളൊക്കെ കൃഷി നിർത്തിയിട്ടിരിക്കുന്നു. അങ്ങേ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം, എന്തുകൊണ്ട് ചെറുപ്പക്കാർ കാർഷിക രംഗത്തേക്ക് ഇറങ്ങുന്നില്ല? അതിനുത്തരം നമ്മുടെ തൊഴിൽ സംസ്കാരത്തിന് വ്യത്യാസം വന്നിരിക്കുന്നു. കൃഷിക്കാരൻ്റെ മക്കൾ പലപ്പോഴും കാർഷിക രംഗത്തേക്ക് ഇറങ്ങാത്തതിന് കാരണം അവരൊക്കെ പഠിച്ച് കാർഷിക രംഗത്തിൻ്റെ താല്പര്യങ്ങൾ കുറച്ച് മറ്റ് ഉദ്യോഗ മേഖലകളിലേക്കും മറ്റ് ബിസിനസ് മേഖലകളിലേക്കും പോകുന്നുള്ളതുകൊണ്ട് തന്നെയാണ്. എങ്കിൽ പോലും ഒരു 10% ചെറുപ്പക്കാർ ഇപ്പോഴും കാർഷിക മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്, അതിൽ സേവനം ചെയ്യുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കൃഷിക്കാരെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്. പ്രശ്നങ്ങൾ രക്ഷിക്കണമെങ്കിൽ നമ്മുടെ ആസൂത്രണ ബോർഡിന്റെ കണക്ക് പ്രകാരം ഒരു 3088 കിലോഗ്രാം നെല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടും.
അതിന് വരുന്ന ചെലവ് എന്ന് പറയുന്നത് 34 രൂപ 40 പൈസ ഒരു കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതിന് ആസൂത്രണ ബോർഡിന്റെ കണക്കാണ്. പക്ഷേ ഈ 34 രൂപ 40 പൈസ ചെലവ് വരുന്ന സന്ദർഭത്തിൽ ഇന്ന് കൃഷിക്കാരന് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് ഒരു കിലോ നെല്ലിന് 28 രൂപ 20 പൈസയാണ്. ബാക്കി ഏതാണ്ട് 6 രൂപ 20 പൈസ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? അതിന് പരിഹാരമുണ്ട് കേരളത്തിൽ. ഇവിടെ ശ്രീ ആന്റണി ഒക്കെ വർക്ക് ചെയ്തത് റവന്യൂ വകുപ്പിൽ ഭൂമി തരപ്പെടുത്തുന്ന നിലങ്ങൾ പുരയിടങ്ങളായി മാറ്റിക്കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരു നിശ്ചിത തുക ഗവൺമെന്റിലേക്ക് കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട്. കാർഷിക നിലങ്ങൾ നശിക്കുകയും അത് പുരയിടങ്ങളായി മാറ്റപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ കൃഷിയെ നിലനിർത്താൻ വേണ്ടി അവിടെ കൃഷി ഉത്തേജക ഫണ്ട് കണക്ക് പ്രകാരം ഇപ്പോൾ ഗവൺമെന്റ് കണക്ക് പ്രകാരം 1510 കോടി രൂപ ഗവൺമെന്റിന്റെ അക്കൗണ്ടിൽ ഇപ്പം കേരള ഗവൺമെന്റ് അക്കൗണ്ടിൽ കിടക്കും. അത് ഗവൺമെന്റ് കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു അഫിഡവിറ്റിന്റെ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു അഫിഡവിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇവിടെ ഈ തുക 1510 കോടി രൂപ കൃഷി പ്രോത്സാഹന പദ്ധതി, നെൽകൃഷി പ്രോത്സാഹന പദ്ധതിക്കായിട്ട് വിനിയോഗിക്കപ്പെടണം. ഇത് പറയുമ്പോഴാണ് ശ്രീ മാണി സാറ് റബ്ബർ കർഷകരെ നിലനിർത്താൻ വേണ്ടി റബ്ബർ ഉത്തേജക പദ്ധതി നടപ്പാക്കുകയുണ്ടായി. എന്ന് പറഞ്ഞതുപോലെ നെൽകർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പദ്ധതി നടപ്പാക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വിധി തന്നെ 2022 വന്നിട്ടുണ്ട്. WPC 26,592 35,561 അക്കൗണ്ടിൽ നമ്പറിൽ അഗ്രികൾച്ചർ പ്രൊമോഷൻ ഫണ്ടിനെ പറ്റി പരാമർശിച്ചപ്പോൾ ഹൈക്കോടതി ഒരു ഡിവിഷൻ ബെഞ്ച് വന്നിട്ടുണ്ട്. ആരുടെയും നെറ്റ് വിയർക്കേണ്ട കാര്യമില്ല. കൃഷിക്കാരെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ കൃഷി വകുപ്പ് ആ തുക മറ്റു കാര്യങ്ങൾക്കായിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് കൃഷിക്കാർ ബഡ്ജറ്റിൽ തന്നെ ആ തുക കണ്ടെത്തിക്കൊണ്ട് കൃഷി ഉത്തേജക ഫണ്ടാക്കി മാറ്റിക്കഴിഞ്ഞാൽ കർഷകർക്ക് അവരുടെ നഷ്ടത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റും. 2, കുട്ടനാടിന്റെ മറ്റൊരു പ്രശ്നം, ഇവിടെ കീടനാശിനികൾ ഉപയോഗിക്കുന്നു. ഏതാണ്ട് കണക്ക് പ്രകാരം ആകെ ചെലവ് നമ്മുടെ കൃഷി സ്ഥലങ്ങളിലേക്ക് ഉപയോഗിക്കുന്ന കീടനാശിനിയുടെ 25,000 ടൺ കീടനാശിനി കുട്ടനാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. 35,500 ഹെക്ടറിലാക്കി ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ 50 മുതൽ 70% വരെ കീടനാശിനികൾ അധികമാണ്. ആ കീടനാശിനികൾ എന്ത് ചെയ്യുന്നു? പാടശേഖരത്തിൽ നിന്ന് പമ്പ് ചെയ്ത് പുറത്തേക്ക് വിടും. പമ്പ് ചെയ്ത് പുറത്തേക്ക് വിടുമ്പോൾ അത് ആളുകൾ കുടിക്കാനും കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് കൈനഗരി പ്രദേശത്ത് ഈ അടുത്ത കാലത്തുണ്ടായ സർവേയിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു, ത്വക്ക് രോഗികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഗവൺമെന്റ് ഈ തരത്തിലുള്ള കർഷകരെയും ജനതയെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അത് ഗവൺമെന്റ് സത്വരമായ ചിന്തകൾ നടത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ടാകാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ കൂലി വർധനവും ഉൽപാദന ചെലവും ഒക്കെ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിത നിലവാര പട്ടികയിൽ നമുക്കറിയാം ഉദ്യോഗസ്ഥന്മാർക്ക് DA എല്ലാ കാലഘട്ടങ്ങളിലും അനുവദിക്കാൻ പതിവുണ്ട്. എസ്കറേഷ്യ എന്നുള്ള തരത്തിൽ കർഷകർക്ക് അവർക്ക് അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരുത്തിത്തരണം. വെള്ളപ്പൊക്കം ശ്രീ ആന്റണി പറഞ്ഞതുപോലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് വെള്ളപ്പൊക്കം, ഇന്നലെ പത്രത്തിൽ കണ്ടു കാശ്മീരിൽ വെള്ളം പൊങ്ങി 40 പേര് മരിച്ചു. കാലാവസ്ഥാ വിസ്ഫോടനങ്ങൾ കൊണ്ട് അന്തരീക്ഷത്തിൽ വെള്ളം ഉയരുകയും വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്യുന്നു. അത് സ്വാഭാവികമാണ്. പക്ഷെ ഒഴിഞ്ഞു പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. തോട്ടപ്പള്ളി സ്പിൽവേയിൽ അവിടെ ഇറിഗേഷൻ വകുപ്പും ഫോറസ്റ്റ് വകുപ്പും തമ്മിൽ തർക്കങ്ങളുണ്ട്. പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യമാണ്. തോട്ടപ്പള്ളി സ്പിൽവേയുടെ വീതി കൂട്ടേണ്ട സ്ഥലങ്ങളിൽ ഫോറസ്റ്റ് വകുപ്പുകാരൻ കൊണ്ടുപോയി മരം വെച്ചിരിക്കുന്നു. അത് വെട്ടിമാറ്റണമെങ്കിൽ ഇറിഗേഷൻ വകുപ്പിന് വെട്ടിമാറ്റാൻ പറ്റുന്നില്ല. അത് വെട്ടിമാറ്റണമെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അനുമതി വേണം. ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ആരോഗ്യ വകുപ്പും കൃഷി വകുപ്പും ഫോറസ്റ്റ് വകുപ്പും റവന്യൂ വകുപ്പും ചേർന്നുകൊണ്ട് ഒരു പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് കുട്ടനാട്ടിൽ നടപ്പാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഇച്ഛാശക്തിയോട് നടപ്പാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളർത്താൻ പറ്റിയെടുക്കാൻ പറ്റും. ഇപ്പൊ കുട്ടനാടിൽ ആന്റണി പറഞ്ഞ പോലെ കുട്ടനാട്ടിന്റെ മണ്ണിൽ ജീവിക്കുന്നവൻ ഒരിക്കലും ഇവിടുന്ന് പോകത്തില്ല. ഇവിടെ ആവശ്യത്തിന് വിദ്യാഭ്യാസ സൗകര്യങ്ങളുണ്ട്. കുട്ടനാടിന്റെ സാഹചര്യം, കുട്ടനാട് നിയോജക മണ്ഡലത്തെ മാത്രമാക്കി പറഞ്ഞാൽ 13 പഞ്ചായത്തുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്, ഫസ്റ്റ് ഗ്രേഡ് കോളേജുകളുണ്ട്. 14 കിലോമീറ്റർ പടിഞ്ഞോട്ട് സഞ്ചരിച്ചാൽ ആലപ്പുഴയിൽ മനോഹരമായ പല കോളേജുകളുമുണ്ട്. കിഴക്കോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ 9 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ ചങ്ങനാശ്ശേരിയിൽ കോളേജുകളുണ്ട്. വിദ്യാഭ്യാസത്തിന് യാതൊരു അസൗകര്യങ്ങളും ഇല്ല. ഞങ്ങൾക്ക് വളർച്ചയ്ക്ക് ഒത്തിരി സൗകര്യങ്ങളുണ്ട്. ജോലി സാധ്യതകളൊക്കെ കുട്ടനാടിന്റെ മണ്ണിലുണ്ട്. പൈതൃകങ്ങളും സംസ്കാരങ്ങളും ഒക്കെ ഉണ്ട്. അതിനെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ കുട്ടനാടിൽ നിലനിർത്താൻ വേണ്ടി ഉണ്ടാവണം. ഇതിനകത്ത് ടൂറിസ്റ്റുകൾ പലപ്പോഴും അങ്ങ് ചർച്ച തുടങ്ങിയപ്പോഴേ പറഞ്ഞു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. നമുക്കറിയാം ഹൗസ് ബോട്ടുകളിൽ ഉണ്ടാകുന്ന വിസർജനങ്ങൾ
ആ വൈസർജ്യങ്ങളൊക്കെ എവിടെ പോകുന്നു? അത് കുട്ടനാടിന്റെ ജലാശയത്തിൽ തന്നെ ജീവിക്കുകയും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും അത് കുട്ടനാടിന്റെ ജലാശയങ്ങൾ ചേരുകയും അത് പാവപ്പെട്ട കുട്ടനാട്ടുകാർ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഇതിനൊക്കെ വ്യവസ്ഥാപിതമായ നിയമ നിർമ്മാണങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. കുട്ടനാട്ടിലെ കർഷകന് അനുകൂലങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, കുട്ടനാട്ട് സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരാൻ പറ്റും. പിന്നെ നാളെ നടക്കുന്ന സമരം അത് അനിവാര്യമാണ്. സാമൂഹ്യമായ പല വിഷയങ്ങളിലും ചങ്ങനാശ്ശേരി അതിരൂപതയും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലിത്തമാരും ഇടപെട്ടിട്ടുണ്ട്. CPI-ക്കെതിരെ സർക്കുലർ ഇറക്കിക്കൊണ്ട് ഇവിടുത്തെ ജനതയെ പിടിച്ചു നിർത്തിയത് ഈ കുട്ടനാട്ടുകാരനായ ഒരു ബിഷപ്പായിരുന്നു, കാളാശ്ശേരി പിതാവ്. കുട്ടനാട്ടുകാരനായ കുര്യാളശ്ശേരി പിതാവാണ് ചങ്ങനാശ്ശേരി കോളേജ് സ്ഥാപിച്ചത്. അങ്ങനെ കുട്ടനാടിന്റെ ജൈവശാസ്ത്ര ബന്ധങ്ങൾ, പൊക്കിൽക്കൊടി ബന്ധം കുട്ടനാടിനുമായിട്ട് മഹാരഥന്മാർക്ക് ഒത്തിരി പേർക്കുണ്ട്. അതുകൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപത ക്രിയാത്മകമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇടപെടുമ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് ജാതിക്കും മതത്തിനും വർണ്ണത്തിനും ജീവിതോപാധികൾക്കും ജീവിത ചിന്തകൾ സാഹചര്യങ്ങൾക്ക് വ്യത്യസ്തമായി കർഷകരും തൊഴിലാളികളും എല്ലാം ഈ സമരത്തിൽ ഒത്തുചേരും എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. ഞങ്ങളൊക്കെ അതിൽ പങ്കാളികളാവും, ആ കണ്ണികൾ അംഗമാവും. മെത്രാപ്പൊലീത്തോടൊപ്പം ഒരു ദിവസം ഉപവസിക്കാൻ വേണ്ടി കുട്ടനാടൻ ജനത ഒരുമിച്ച് അതിൽ വന്നു ചേരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് കുട്ടനാടിന് വേണ്ടി വ്യവസ്ഥാപിതവും നിയമപരവും പരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഇച്ഛാശക്തിയോടുകൂടി നടപ്പാക്കാൻ, ചർച്ചകളിലൂടെ ഇച്ഛാശക്തിയിലൂടെ നടപ്പാക്കാനുള്ള വിശാല മനസ്കതയും ബ്യൂറോക്രസിയും ഭരണാധിപന്മാരും കാട്ടിക്കന്നു കഴിഞ്ഞാൽ ഇവിടെ വളർച്ചകൾ ഒത്തിരി ഉണ്ടാവും, നമുക്ക് ഒത്തിരി വികസനങ്ങൾ ഉണ്ടാവും. കുട്ടനാട്ടിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് മൺമറഞ്ഞു പോയ ആൾക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. ഇന്ന് പുളിങ്കുന്നിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിന് പുറത്ത് വന്ന ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് പുളിങ്കുന്നിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതാരും മനസ്സിലാക്കുന്നില്ല. പ്രധാനപ്പെട്ട ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനം, ഗവേഷക കേന്ദ്രം കുട്ടനാട്ടിലുണ്ട്. കുട്ടനാട്ടിൽ എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവുന്നു. അതുകൊണ്ട് കുട്ടനാട് ഞങ്ങളുടെ പൊന്നിന്റെ ഭൂമിയാണ്. അവിടെ ഒന്നും വിട്ടുപോകാൻ ആർക്കും സാധിക്കത്തില്ല. ഞങ്ങൾ ആരും വിട്ടു പോകത്തുമില്ല. ഏതായാലും ഷക്കീന ന്യൂസ് ഇതുപോലൊരു ചർച്ച സംഘടിപ്പിച്ചതിൽ ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ഇത് ജനസത്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ ഒരു ചർച്ചയിലൂടെ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും ചെയ്യും. ശ്രീ ആന്റണി, അങ്ങേക്ക് കൺക്ലൂഡ് അങ്ങേക്ക് പറയാൻ. കുട്ടനാടിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങളൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. കുട്ടനാടിന്റെ തന്നെ പുത്രനായിരുന്ന എം.എസ്. സ്വാമിനാഥൻ കൊണ്ടുവന്ന റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ: ഒന്ന്, വെള്ളം ഒഴിഞ്ഞു പോകുന്നതിന് ആഴം കൂട്ടേണ്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് ആഴം കൂട്ടുക. 2, AC കനാൽ ബാക്കി പൂർത്തീകരിക്കാനുള്ളത് പൂർത്തീകരിക്കുക. 3, പുറം ബണ്ടുകൾ ബലപ്പെടുത്തി അവിടെ തെങ്ങ് വെച്ച് പിടിപ്പിച്ച് അവിടെ താമസയോഗ്യവും ഉപയോഗയോഗ്യവുമാക്കിയാൽ പാടശേഖരത്തിനകത്തേക്ക് വെള്ളം കയറുന്നത് ഒഴിവാകും. അതോടൊപ്പം തന്നെ പൊതു മടകൾ സ്ഥാപിക്കുക. ഈ 3-4 കാര്യങ്ങൾ ചെയ്താൽ കുട്ടനാട്ടിലെ റോഡുകൾ നിലനിൽക്കും, അവിടുത്തെ വീടുകൾ നിലനിൽക്കും, കുട്ടനാട് തന്നെ നിലനിൽക്കും. അതോടൊപ്പം തന്നെ ഒരു കാര്യവും കൂടെ പറയുന്നു. മുല്ലക്കര രത്നാകരന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു നിയമസഭാ സമിതി നിർദ്ദേശിച്ച കുറെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു വേമ്പനാട് കായലും അനുബന്ധ പ്രദേശങ്ങളെ സംബന്ധിച്ച്. ഈ 2 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ശ്രീ മുല്ലക്കര രത്നാകരൻ സമർപ്പിച്ച റിപ്പോർട്ടും അതുപോലെ എം.എസ്. സ്വാമിനാഥന്റെ റിപ്പോർട്ടിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നടപ്പിൽ വരുത്തിയാൽ കുട്ടനാട് നല്ലൊരു കുട്ടനാടായി ബാക്കി നിൽക്കും. വരാനിരിക്കുന്ന തലമുറയ്ക്ക് അക്ഷരങ്ങളിൽ മാത്രം കാണാതെ കേൾക്കാതെ കണ്ടും ഈ കുട്ടനാടിനെ അറിയാനും കുട്ടനാട്ടിൽ ജീവിക്കാനും സാധിക്കും. അതിനൊരിട വരണമെന്നുള്ള ആഗ്രഹമാണ് ഈ പല സമരങ്ങളുടെയും പിന്നിലെന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. കേരളത്തിൻ്റെ നല്ലറയായിട്ടുള്ള കുട്ടനാടിൻ്റെ കണ്ണീരൊപ്പുവാൻ, കേരളത്തിൻ്റെ സുന്ദര ഭൂമിയായിട്ടുള്ള കുട്ടനാടിനെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുവാനുള്ള സത്വരമായിട്ടുള്ള നടപടികൾ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ. കുട്ടനാട്ടിലെ ജനതയ്ക്കും ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. ആ ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഇന്ന് കുട്ടനാടൻ ജനത. അതിന് നേതൃത്വം നൽകുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയാണ്. തീർച്ചയായിട്ടും ആ സമരങ്ങൾക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. എത്രയും വേഗം സത്വരമായിട്ടുള്ള നടപടികൾ ആ ജനതയുടെ കണ്ണീർ ഒപ്പുവാൻ, അവിടെ പ്രാവർത്തികമാക്കുവാൻ ഭരണകൂടങ്ങൾക്ക്, സർക്കാരുകൾക്ക് തീർച്ചയായിട്ടും സാധിക്കട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ ഈ ഒരു ചർച്ച കൺക്ലൂഡ് ചെയ്യുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ആന്റണി ചമ്പക്കുളം, ഒപ്പം തന്നെ ശ്രീ ജോസഫ് കെ നെല്ലുവേലി, രണ്ടുപേർക്കും നന്ദി.